അധ്യായം 10. കുടന്തയിലെ ജ്യോത്സ്യൻ. കുടകമലകളിൽ ജനിച്ചു വളർന്ന പൊന്നിനദി യൗവനമെത്തിയപ്പോൾ തന്റെ പ്രിയതമനായ സമുദ്രരാജനെ തേടി യാത്ര തുടങ്ങി. കാടും മലകളും താണ്ടി പാറക്കെട്ടുകളെയും ഗർത്തങ്ങളെയും മറികടന്ന് അവൾ വേഗത്തിൽ കുതിച്ചു. പ്രിയതമനെ കാണാൻ പോകുന്നുവെന്ന ആവേശത്തിൽ അവളുടെ ഹൃദയം വിങ്ങുകയും ശരീരം തഴച്ചു വളരുകയും ചെയ്തു. അല്പം കൂടി മുന്നോട്ടു പോയപ്പോൾ കാമുകനെ ആലിംഗനം ചെയ്യാൻ അവൾക്ക് 2 കൈകൾ കിട്ടി. ആ കൈകൾ വിരിച്ചവൾ മുന്നോട്ട് കുതിച്ചു. എന്നാൽ ഉള്ളിലെ അമിതമായ ആവേശത്തിന് 2 കൈകൾ പോരെന്നവൾക്ക് തോന്നി. അവളുടെ മോഹക്കൈകൾ 10ഉം 20ഉം 100ഉമൊക്കെയായി വളർന്നു. അത്രയും കൈകൾ ആവേശത്തോടെ നീട്ടിക്കൊണ്ടവൾ സമുദ്രരാജനെ സമീപിച്ചു. ആത്മാവിൽ പ്രിയനെ തേടിപ്പോയ ആ മണവാട്ടിയെ ചോളദേശത്തിലെ വളർത്തമ്മമാർ എങ്ങനെയെല്ലാമാണ് അണിയിച്ചൊരുക്കിയത്! എത്രയെത്ര പച്ചപ്പുടവകളാണ് അവളെ അവർ ഉടുപ്പിച്ചത്! എങ്ങനെയെല്ലാമാണ് നിറമുള്ള പൂക്കൾ ചൂടിച്ചത്! എങ്ങനെയെല്ലാമാണ് പരിമളസുഗന്ധം തൂക്കിയത്! ആഹാ! ഇരുകരകളിലും വളർന്നു നിന്ന പുളമരങ്ങളും കടമ്പുമരങ്ങളും രത്നപ്പൂക്കൾ വാരിയെറിഞ്ഞതിന്റെ ഭംഗിയെപ്പറ്റി എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്! ദേവന്മാർ ചൊരിയുന്ന പുഷ്പവൃഷ്ടി പോലും ഇതിന് തുല്യമാകുമോ? പൊന്നിനദിയെ, നിന്നെ കണ്ടിട്ട് ആനന്ദം കൊള്ളാത്ത ഒരു യുവതിയും ഈ ലോകത്തുണ്ടാകുമോ? നിന്റെ ഈ വിവാഹവേഷവും അണിഞ്ഞൊരുകലും കണ്ട് മനസ്സ് നിറയാത്ത ഒരു സ്ത്രീയുമുണ്ടാകില്ല. കല്യാണപ്പെണ്ണിന് ചുറ്റും ഗ്രാമത്തിലെ യുവതികളെല്ലാം കൂടുന്നതുപോലെ നിന്നെ തേടി സ്ത്രീകൾ വന്നു ചേരുന്നതും സ്വാഭാവികമല്ലേ? പൊന്നിനദി തന്റെ പ്രിയതമനെ ആലിംഗനം ചെയ്യാൻ ആവേശത്തോടെ നീട്ടുന്ന സ്വർണ്ണക്കൈകളിൽ ഒന്നിനാണ് അരിശിലാറ് എന്ന പേര്. കാവേരിയുടെ തെക്ക് ഭാഗത്ത് വളരെ അടുത്തായി അരിശിലാറ് എന്ന മനോഹരമായ നദി സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയൊരു നദി എവിടെയുണ്ടെന്ന് അല്പം അർഹനിന്നു വരുന്നവർക്ക് പറഞ്ഞുകൊടുത്താലേ അറിയാൻ കഴിയൂ. ഇരുകരകളിലും തിങ്ങിനിറഞ്ഞു വളർന്നിട്ടുള്ള പച്ചമരങ്ങൾ ആ നദിയെ പൂർണ്ണമായി മറയ്ക്കുന്നു. ജനിച്ചത് മുതൽ അന്തഃപുരത്തിന് പുറത്തേക്കിറങ്ങാത്ത രാജകന്യകയെന്ന് അരിശിലാറിനെ വിശേഷിപ്പിക്കാം. ആ കന്യകാനദിയുടെ സൗന്ദര്യത്തിന് ഈ ലോകത്ത് ഉപമയില്ല. നന്നായി, അന്തഃപുരം എന്ന ചിന്തയെ മറന്ന് നമുക്കൊപ്പം അരിശിലാറിനെ സമീപിക്കാം. വൃക്ഷങ്ങൾ തിങ്ങിനിറഞ്ഞു വളർന്നിട്ടുള്ള പൂങ്കാവനത്തിൽ പ്രവേശിക്കാം. അയ്യോ, എന്തൊരു മനോഹരമായ കാഴ്ച! സൗന്ദര്യത്തിന് സൗന്ദര്യം നൽകുന്നതും അമൃതിനു മധുരം കൂട്ടുന്നതും പോലെയാണല്ലോ ഇത്. ചിത്രവിചിത്രമായി നിർമ്മിച്ച അരയന്നത്തിന്റെ രൂപമുള്ള വർണ്ണക്കപ്പലിൽ ഇരിക്കുന്ന ഈ വനിതാരത്നങ്ങൾ ആരാണ്? അവർക്കിടയിൽ, നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രനെപ്പോലെ, സപ്തലോകങ്ങളെയും ഭരിക്കാൻ ജനിച്ച രാജ്ഞിയെപ്പോലെ പ്രകാശിക്കുന്ന ഈ സ്ത്രീരത്നമാരാണ്? അവൾക്കടുത്ത കൈകളിൽ വീണയുമായിരിക്കുന്ന ഈ ശാന്തസുന്ദരിയാരാണ്? മധുരമായ ശബ്ദത്തിൽ പാട്ടുപാടി നദിയുടെ വെള്ളത്തിൽ സംഗീതപ്രവാഹവും കലർത്തിക്കൊണ്ടുവരുന്ന ഈ ഗന്ധർവകന്യകമാർ ആരാണ്? അവരിൽ ഒരാൾ മത്സ്യനയനയാണ്, മറ്റൊരാൾ നീലലോചനയാണ്, ഒരാൾ താമര മുഖമുള്ളവളാണ്, മറ്റൊരാൾ താമര ഇതൾ പോലെയുള്ള കണ്ണുകളുള്ളവളാണ്. ആഹാ! വീണ മീട്ടുന്ന അവളുടെ തുമ്പിക്കൈ പോലെ കൊഴുത്ത വിരലുകൾ വീണയുടെ തന്ത്രികളിൽ അങ്ങും ഇങ്ങും ചലിക്കുന്ന ഭംഗി നോക്കി തന്നെ ഇരിക്കാം. അവർ വായിക്കുന്ന ഗാനത്തിന്റെ മാധുര്യത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? അതു കേൾക്കാൻ നദിയുടെ വെള്ളം പോലും അതിൻ്റെ ഒഴുക്കിന്റെ ശബ്ദം നിർത്തിയിരിക്കുന്നു. നദിക്കരയിലെ മരങ്ങളിൽ ജീവിക്കുന്ന തത്തകളും കുയിലുകളും പോലും വാ തുറക്കാതെ മൗനത്തിൽ ലയിച്ചിരിക്കുന്നു. മനുഷ്യരായി ജനിച്ചവരും കേൾക്കുന്ന ചെവിയുള്ള ഭാഗ്യശാലികളും ആ അമൃതഗാനം കേട്ട് പരവശരാവുന്നതിൽ അത്ഭുതം എന്താണ്? വള്ളത്തിൽ വരുന്ന ആ സ്ത്രീകൾ എന്താണ് പാടുന്നതെന്ന് നമുക്ക് കേൾക്കാം. മരുങ്കിൽ വണ്ടുകൾ പറന്നലറട്ടെ, മണിപ്പൂവാട അതു പുതച്ച്, കരിങ്കയൽ കണ്ണു തുറന്ന് ഒലിവ് നടന്ന് നീ ജീവിക്കട്ടെ കാവേരി. കരിങ്കയൽ കണ്ണു തുറന്ന് ഒലിവ് നടന്നു വളർന്നു വലുതായതെല്ലാം നിൻ ഭർത്താവിൻ്റെ നീതി നിറഞ്ഞ ചെങ്കോൽ വളയാത്തതിനാൽ എനിക്കറിയാം നീ ജീവിക്കട്ടെ കാവേരി. പൂന്തോട്ടത്തിലെ മയിലുകൾ നൃത്തം ചെയ്യട്ടെ, സ്നേഹത്തോടെ കുയിലുകൾ പാടട്ടെ, പ്രിയപ്പെട്ട പൂമാൽ അടുത്തുവന്ന് നീ ജീവിക്കട്ടെ കാവേരി. പ്രിയപ്പെട്ട പൂമാൽ അടുത്തുവന്ന് നടന്നതെല്ലാം നിൻ ഭർത്താവിൻ്റെ വേലിൻ്റെ കഴിവ് കണ്ടപ്പോൾ എനിക്കറിയാം നീ ജീവിക്കട്ടെ കാവേരി. ഈ അമൃതതുല്യമായ തമിഴ് പാട്ടുകൾ നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ, അല്ലേ? അതെ, ചിലപ്പതികാരത്തിലെ വരികളാണിവ. എന്നാലും ഈ സ്ത്രീകൾ പാടുമ്പോൾ ഇത് പൊൻവില്ലാത്ത ഭംഗിയും ആകർഷണവും നേടുന്നു. ഇവർ പൊന്നിനദിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും ആവേശത്തോടെയും വികാരത്തോടെയും അവർ പാടുന്നത്. അയ്യോ, പാട്ടും ഈണവും ഭാവവും എങ്ങനെയാണ് കൂടിക്കുഴഞ്ഞ് അവരുടെ ശബ്ദത്തിൽ നിന്ന് അമൃതപ്രവാഹമായി ഒഴുകുന്നത്!
പാട്ടോ ഈണമോ ഗാനമോ സംഗീതമോ അതൊന്നുമല്ല. ഇതൊരു തരം മായാവിദ്യയാണ്. പാടുന്നവരെയും കേൾക്കുന്നവരെയും മത്തുപിടിപ്പിക്കുന്ന മാന്ത്രിക വിദ്യ. വള്ളം ഒഴുകി വന്ന് മരങ്ങൾക്കല്പം ഇടവേളയുള്ള കടവിൽ അടുക്കുന്നു. 2 സ്ത്രീകൾ ഇറങ്ങുന്നു. അവരിൽ ഒരാൾ സപ്തലോകങ്ങൾക്കും രാജ്ഞി എന്ന പദവിക്ക് അർഹയായ ഗംഭീരമായ യുവതിയാണ്. മറ്റൊരാൾ വീണയുടെ തന്ത്രികളിൽ വിരലൊടച്ച് മധുര സംഗീതം പുഴച്ച യുവതിയുമാണ്. 2 പേരും സുന്ദരികളാണെങ്കിലും ഒരാളുടെ സൗന്ദര്യവും മറ്റൊരാളുടെ സൗന്ദര്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഒരാൾ ചെന്താമരയുടെ ഗംഭീരമായ സൗന്ദര്യമാണ്, മറ്റൊരാൾ കുമതപുഷ്പത്തിന്റെ മധുരമായ സൗന്ദര്യമാണ്. ഒരാൾ പൂർണ്ണചന്ദ്രൻ, മറ്റൊരാൾ പ്രഭാതത്തിലെ ചന്ദ്രക്കല. ഒരാൾ നൃത്തം ചെയ്യുന്ന മയിൽ, മറ്റൊരാൾ പാടുന്ന കുയിൽ. ഒരാൾ ഇന്ദ്രാണി, മറ്റൊരാൾ മന്മഥന്റെ കാമുകി. ഒരാൾ അതിവേഗത്തിൽ ഒഴുകുന്ന ഗംഗാനദി, മറ്റൊരാൾ ഇളകിയൊഴുകിപ്പോകുന്ന കാവേരി. ഈ 2 യുവതികളും വള്ളത്തിൽ നിന്ന് കരയിലിറങ്ങി. കുന്തവൈ മറ്റു കൂട്ടുകാരികളോട്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ, 1 നാഴിക സമയത്തിനുള്ളിൽ ഞങ്ങൾ തിരികെ വരാം എന്നു പറഞ്ഞു. ആ കൂട്ടുകാരികളെല്ലാം പുണ്യമായ തമിഴ്നാട്ടിലെ വിവിധ സിറ്റരസർ കുടുംബങ്ങളിൽ ജനിച്ച് രാജകുമാരിമാരായിരുന്നു. കുന്തവൈ ദേവിയുടെ കൂട്ടുകാരിയാകുന്നത് വലിയൊരു ഭാഗ്യമായി കരുതിയാണ് അവർ പഴയാറൈ കൊട്ടാരത്തിൽ വന്നത്. ഇപ്പോൾ തങ്ങളിൽ ഒരാളെ മാത്രം കൂട്ടി കുന്തവൈ പെരുമാട്ടി കരയിലിറങ്ങി പോയിട്ട് വേഗം വരാമെന്നു പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകളിൽ നിരാശയും അസൂയയും നിറഞ്ഞു. കരയിൽ കുതിര കെട്ടിയ രഥം തയ്യാറായി നിന്നിരുന്നു. വാനതി, രഥത്തിൽ കയറിക്കോളോ എന്ന് കുന്തവൈ തന്റെ കൂട്ടുകാരിയെ നോക്കി പറഞ്ഞു. വാനതി കയറിയപ്പോൾ അവളും കയറി. രഥം വേഗത്തിൽ മുന്നോട്ടു പോയി. ചേച്ചി, നമ്മൾ എവിടെയാണ് പോകുന്നത്? എന്നോട് പറയാമോ എന്ന് വാനതി ചോദിച്ചു. പറയാതെ എന്താ, കുടന്തയിലെ ജോത്സ്യന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് കുന്തവൈ പറഞ്ഞു. ജോത്സ്യന്റെ വീട്ടിലേക്ക് എന്തിനാണ് പോകുന്നത് ചേച്ചി? എന്തിനെക്കുറിച്ചാണ് ചോദിക്കാൻ? വേറെ എന്തിനാണ്? നിന്നെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ്. കുറച്ചു മാസങ്ങളായി നീ ഇങ്ങനെ ഭ്രമം പിടിച്ചവളെപ്പോലെ ശരീരം മെലിഞ്ഞു വരികയില്ലേ? നിന്റെ ഭ്രമം മാറിയെന്നും ശരീരം സുഖപ്പെട്ടു എന്നും എപ്പോഴാണ് അറിയാൻ കഴിയുക എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. ചേച്ചി, നിങ്ങൾക്കൊരുപാട് പുണ്യമുണ്ട്. എനിക്ക് ശരീരത്തിന് ഒന്നും സംഭവിച്ചില്ല. എന്നെക്കുറിച്ച് ചോദിക്കാൻ പോകണ്ട, നമുക്ക് തിരികെ പോകാം. ഇല്ലടി അമ്മേ, ഇല്ല. നിന്നെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയല്ല, എന്നെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. നിങ്ങളെക്കുറിച്ച് എന്ത് ചോദിച്ചറിയാനാണ് പോകുന്നത്? ജോത്സ്യനോട് ചോദിച്ചെന്തറിയാനാണ് പോകുന്നത്? എനിക്ക് കല്യാണം നടക്കുമോ അതോ അവസാനം വരെയും കന്യകയായി തന്നെ ജീവിക്കുമോ എന്ന് ചോദിക്കാൻ പോവുകയാണ്. ചേച്ചി, ഇതിന് ജോത്സ്യന്റെ അടുത്ത് പോയിമേനകാരെ കൂടുതൽ സംശയത്തിൽ നിർത്താതെ അവർ 2 പേരും ആരാണെന്ന് നമ്മൾ പറയാം. ഗാംഭീര്യമുള്ള രൂപമുള്ള ഗംഗയാണ് സുന്ദരചോള രാജാവിന്റെ പ്രിയപ്പെട്ട മകൾ കുന്തവൈ. ചരിത്രത്തിൽ രാജരാജൻ എന്നു പേരുകേട്ട അരുൾമൊഴിവർമ്മന്റെ സഹോദരി, അരസിളങ്കുമരി എന്നും ഇളയ പെരുമാട്ടി എന്നും ജനങ്ങൾ ആദരിച്ച മഹതി, ചോളരാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് അടിത്തറപ്പാകിയ തമിഴ് മഹതി. രാജരാജന്റെ മകൻ രാജേന്ദ്രനെ വളർത്തി ധീരധീരനും മഹാരാജാവുമാക്കിയ ധീരയായ സ്ത്രീ. മറ്റൊരാൾ കുന്തവൈ പെരുമാട്ടിയുടെ കൂട്ടുകാരിയാകാനുള്ള ഭാഗ്യം തേടിവന്ന കൊടുമ്പാളൂർ സിറ്റരസർ കുടുംബത്തിലെ സ്ത്രീയാണ്. പിന്നീട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭാഗ്യവതിയാകാൻ പോകുന്നവൾ. ഇന്ന് ഉതുക്കവും മാധുര്യവും ശാന്തതയും ഒരുമിച്ചു ചേർന്നവളായി അവൾ തിളങ്ങുന്നു. ചോദിക്കേണ്ട കാര്യമെന്താണ്? നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടല്ലേ ചോദിക്കേണ്ടത്? നിങ്ങൾ തലയാട്ടിയാൽ മതി. ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള 56 രാജ്യങ്ങളിലെ രാജാക്കന്മാർ മത്സരിച്ചോടി വരില്ലേ? എന്തിന്, കടൽ കടന്ന രാജ്യങ്ങളിൽ നിന്ന് പോലും വരുമല്ലോ. നിങ്ങളെ വിവാഹം കഴിക്കാനുള്ള ഭാഗ്യം ഏത് ധീരനായ രാജകുമാരനാണോ ലഭിക്കാൻ പോകുന്നത്, അത് നിങ്ങൾ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത്? ഭാനതി, നീ പറയുന്നത് ശരിയാണെന്ന് വെച്ചാലും അതിനൊരു തടസ്സമുണ്ട്. ഏത് രാജ്യത്തെ രാജകുമാരനെ വിവാഹം കഴിച്ചാലും ഞാൻ അവന്റെ രാജ്യത്തേക്ക് പോകേണ്ടി വരില്ലേ? എനിക്ക് ഈ പൊന്നി നദി ഒഴുകുന്ന ചോളദേശത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ഇഷ്ടമേയില്ലടി. മറ്റൊരു രാജ്യത്തേക്ക് പോകില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതൊരു തടസ്സമായിക്കില്ല. നിങ്ങളെ വിവാഹം കഴിക്കുന്ന ഏതൊരു രാജകുമാരനും നിങ്ങളുടെ കാൽക്കൽ വീണുകിടക്കുന്ന ഒരു അടിമയായിരിക്കും. ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവൻ നിന്നോളും. അയ്യോ, ഒരു എലിയെ പിടിച്ച് മടിയിൽ വെച്ച് കെട്ടുന്നതുപോലെ മറ്റൊരു രാജ്യത്തെ രാജകുമാരനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നിർത്താനാണോ നീ പറയുന്നത്? അതിൽ നിന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നിനക്കറിയാമോ? എങ്ങനെയെങ്കിലും ഒരു പെണ്ണായി ജനിച്ചാൽ ഒരു ദിവസം കല്യാണം കഴിക്കണമെന്നല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നും ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ലടി വാനതി. അവ്യാരിനെ നോക്കൂ, അവൾ എന്നും കന്യകയായി കവയിത്രിയായി ഒരുപാട് കാലം ജീവിച്ചില്ലേ?
അവയ്യാർ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിന്റെ വരത്താൽ വൃദ്ധയായവളാണ്. നിങ്ങൾ അതുപോലെ ആയില്ലല്ലോ. ശരി, അങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ അനാഥനായ ഒരു ചോള സൈനികനെ ഞാൻ വിവാഹം കഴിക്കും. അങ്ങനെ ഒരാൾക്ക് രാജ്യമുണ്ടാകില്ല. എന്നെ കൂട്ടിക്കൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്ന് അയാൾ പറയില്ല. ഇവിടെ തന്നെ ചോളദേശത്തിൽ തന്നെ അയാൾ താമസിച്ചോളും. ചേച്ചി, അങ്ങനെയെങ്കിൽ ഈ ചോളദേശത്തിൽ നിന്ന് പോകില്ലല്ലോ. ഒരു ദിവസവും പോകില്ല. സ്വർഗ്ഗലോകത്തെന്നെ രാജ്ഞിയാക്കാമെന്ന് പറഞ്ഞാലും ഞാൻ പോകില്ല. ഇന്നെന്റെ മനസ്സു സമാധാനിച്ചു. അതെന്താണ്? നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോയാൽ ഞാനും നിങ്ങളുടെ കൂടെ പോകേണ്ടി വരുമായിരുന്നു. നിങ്ങളെ വിട്ട് പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല. അതേസമയം ഈ ചോളദേശത്തെ വിട്ടു പോകാനും എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞാൽ നീ പിരിഞ്ഞു പോകേണ്ടി വരില്ലേ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല ചേച്ചി. എടീ, എനിക്കെല്ലാം അറിയാം. എന്റെ കണ്ണിൽ പൊഴിയിടാനാണോ നീ നോക്കുന്നത്? നിനക്ക് ചോളദേശത്തോടൊന്നും ഒരു താൽപ്പര്യമില്ല. നീ മോഹിക്കുന്ന ചോള രാജകുമാരൻ വാളും മേലും എടുത്ത് ഈഴം രാജ്യത്തേക്ക് യുദ്ധം ചെയ്യാൻ പോയിരിക്കുകയില്ലേ? നിന്റെ രഹസ്യം എനിക്കറിയില്ലെന്ന് നീ വിചാരിച്ചോ? ചേച്ചി, ചേച്ചി, ഞാൻ അത്രയ്ക്ക് വിവരമില്ലാത്തവളാണോ? സൂര്യൻ എവിടെ? പുലർകാലത്ത് മഞ്ഞുതുള്ളി എവിടെ? സൂര്യന്റെ അടുപ്പം മഞ്ഞുതുള്ളി ആഗ്രഹിച്ചാൽ എന്തു പ്രയോജനം? മഞ്ഞുതുള്ളി ചെറുതാണ്, സൂര്യൻ വലുതാണ്, പ്രകാശമുള്ളവനുമാണ്. എന്നിരുന്നാലും മഞ്ഞുതുള്ളി അങ്ങനെയൊരു സൂര്യനെ തന്നുള്ളിൽ തടവിലാക്കുന്നുണ്ടോ ഇല്ലയോ? വാനതി ആവേശവും സന്തോഷവും നിറഞ്ഞ ശബ്ദത്തിൽ, അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? മഞ്ഞുതുള്ളിക്ക് പോലും സൂര്യനെ നേടാൻ കഴിയുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. പിന്നീട് പെട്ടെന്ന് മനോവിഷമം വന്നു. മഞ്ഞുതുള്ളി ആഗ്രഹിക്കുന്നു, സൂര്യനെ തടവിലാക്കുന്നു. പക്ഷേ ഫലമെന്താണ്? അല്പസമയത്തിനുള്ളിൽ ശരിയായ ശിക്ഷ കിട്ടുന്നു. വെയില് തുടങ്ങി അതുണ്ടായിരുന്ന സ്ഥലം അറിയാതെ പോകുന്നു. അത് തെറ്റാണ് വാനതി. മഞ്ഞുതുള്ളിയുടെ ആഗ്രഹം കണ്ട് സൂര്യൻ മഞ്ഞുതുള്ളിയെ തന്നോട് ലയിപ്പിക്കുന്നു. തന്റെ ആഗ്രഹത്തിനിണങ്ങിയ മഞ്ഞുതുള്ളിപ്പെണ്ണ് മറ്റു പുരുഷന്മാരുടെ കണ്ണിൽ പെടാൻ പാടില്ലെന്ന് അവൻ വിചാരിക്കുന്നു. രാത്രി വന്നാൽ വീണ്ടും പുറത്തേക്ക് വിടുന്നു. മാഞ്ഞുപോയ മഞ്ഞുതുള്ളി വീണ്ടും വന്ന് ഉദിക്കുന്നില്ലേ? ചേച്ചി, ഇതെല്ലാം എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നതാണ്. അങ്ങനെയെങ്കിൽ നിന്റെ മനസ്സിലൊരു കുറവുണ്ടെന്ന് പറയൂ. ഇത്രയും നാൾ ഒന്നുമില്ലെന്ന് വാദിച്ചില്ലേ? അതുകൊണ്ടാണ് കുടന്തയിലെ ജ്യോത്സ്യന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നത്. എന്റെ മനസ്സിൽ കുറവുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാൻ ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോയിട്ട് എന്തു പ്രയോജനം എന്ന് ചോദിച്ച് വാനതി ദീർഘനിശ്വാസമെടുത്തു. കുടന്തയിലെ ജ്യോത്സ്യന്റെ വീട് ആ പട്ടണത്തിന്റെ ഒരു മൂലയിൽ കാളിക്ഷേത്രത്തിനടുത്ത് ഒറ്റപ്പെട്ട ഒരിടത്തായിരുന്നു. കുടന്തൈ പട്ടണത്തിൽ പ്രവേശിക്കാതെ തന്നെ പട്ടണത്തിനു ചുറ്റും സഞ്ചരിച്ച് രഥം ആ വീട്ടിലെത്തി. രഥം അതിനു മുമ്പ് പലതവണ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നി. വീടിന്റെ മുൻവശത്ത് ജ്യോത്സ്യനും അദ്ദേഹത്തിന്റെ ശിഷ്യനും തയ്യാറായി കാത്തിരുന്നു. ജ്യോത്സ്യൻ വളരെ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി വന്നവരെ സ്വീകരിച്ചു. അമ്മേ, സരസ്വതിയും ലക്ഷ്മിയും ഒരാളായി വന്ന തായേ, വരൂ, വരൂ. ഈ പാവപ്പെട്ടവന്റെ കുടിലിനും ഭാഗ്യം. നിങ്ങൾ വീണ്ടും ഈ കുടിലിൽ തേടി വന്നല്ലോ എന്ന് പറഞ്ഞു. ജ്യോത്സ്യരെ, ഈ സമയത്ത് നിങ്ങളെ തേടി മറ്റാരും ഇവിടെ വരില്ലല്ലോ എന്ന് കുന്തവൈ ചോദിച്ചു. വരില്ല തായേ, ഇപ്പോൾ എന്നെ തേടി അധികം ആരും വരാറില്ല. ലോകത്ത് കഷ്ടപ്പാടുകൾ കൂടുമ്പോഴാണ് ആളുകൾ ജ്യോത്സ്യന്മാരെ തേടി കൂടുതൽ വരുന്നത്. ഇപ്പോൾ തങ്ങളുടെ പുണ്യവാലനായ സുന്ദരചോളന്റെ ഭരണത്തിൽ ജനങ്ങൾക്ക് കഷ്ടപ്പാടുകൾ എന്നൊന്നു തന്നെയില്ല. എല്ലാവരും സുഖസൗകര്യങ്ങളോടെയും എല്ലാ ഐശ്വര്യങ്ങളോടെയും സന്തോഷമായി ജീവിക്കുന്നു. എന്നെ തേടി എന്തിനാണ് അവർ വരുന്നത് എന്ന് ജ്യോത്സ്യൻ ചോദിച്ചു. അങ്ങനെയെങ്കിൽ എനിക്കെന്തോ കഷ്ടപ്പാട് വന്നതുകൊണ്ടാണ് നിങ്ങളെ തേടി വന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇല്ല പെരുമാട്ടി, ഇല്ല. നവനദികളും നിറഞ്ഞ പഴിയാറേ രാജാവിന്റെ പുത്രിക്ക് കഷ്ടപ്പാട് വന്നു എന്ന് ഏതന്ധനാണ് പറയുക? ലോകത്ത് ജനങ്ങൾക്ക് കഷ്ടപ്പാടുകളില്ലാതായതുകൊണ്ട് ഈ പാവപ്പെട്ട ജ്യോത്സ്യന് മാത്രം കഷ്ടപ്പാടുണ്ടായിരിക്കുന്നു. എന്നെ മാത്രം ശ്രദ്ധിക്കാൻ ആളുകളില്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ടവന്റെ കഷ്ടപ്പാട് തീർക്കാൻ അംബികയെപ്പോലെ നിങ്ങൾ വന്നിരിക്കുന്നു. തായേ, കുടിലിനകത്തേക്ക് വരണം. ഇവിടെ തന്നെ നിങ്ങളെ നിർത്തിയിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന അപരാധമാണ് എന്ന് ജ്യോത്സ്യൻ വിരുദ്ധരായി സംസാരിച്ചു. രഥമോടിക്കുന്നയാളെ നോക്കി കുന്തവൈ രഥം അമ്പലത്തിനടുത്തു കൊണ്ടുപോയി ആൽമരത്തിന്റെ തണലിൽ നിർത്തു. പിന്നീട് ജ്യോത്സ്യൻ വഴി കാണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുകയും കുന്തവയും വാനതിയും ആ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ജ്യോത്സ്യൻ തന്റെ ശിഷ്യനെ നോക്കി, കുഞ്ഞേ, മുൻവശത്ത് ശ്രദ്ധയോടെ നിൽക്കണം. അബദ്ധവശാൽ ആരെങ്കിലും വന്നാൽ പോലും അകത്തേക്ക് കടത്തിവിടരുത് എന്ന് മുന്നറിയിപ്പ് നൽകി. രാജകുമാരിയെ സ്വീകരിക്കാൻ യോജിച്ച രീതിയിൽ ജ്യോത്സ്യന്റെ മുറി അലങ്കരിച്ചു തിളങ്ങി. ഭിത്തിയിലെ ഒരു മാടത്തിൽ അംബികയുടെ ചിത്രം അലങ്കരിച്ച് തിളങ്ങി നിന്നു.
ഇരിക്കാൻ 2 കസേരകൾ തയ്യാറാക്കിയിരുന്നു. നിലവിളക്ക് കത്തിയിരുന്നു. അവിടവിടെ കോലങ്ങൾ വരച്ചിരുന്നു. രാജചക്രങ്ങൾ വരച്ച പലകകളും ഓലയിടുകളും ചുറ്റും ചിതറിക്കിടന്നിരുന്നു. 2 സ്ത്രീകളും ഇരിക്കുന്ന കസേരകളിൽ ഇരുന്ന ശേഷം ജ്യോത്സ്യനും ഇരുന്നു. അമ്മേ, വന്ന കാര്യം എന്താണെന്ന് ദയവായി പറഞ്ഞു തരണം എന്നദ്ദേഹം പറഞ്ഞു. ജ്യോത്സ്യരേ, അതും നിങ്ങളുടെ ജ്യോത്സ്യത്തിൽ നോക്കി അറിഞ്ഞുകൂടെ എന്ന് കുന്തവൈ ചോദിച്ചു. ആകട്ടെ തായേ എന്നു പറഞ്ഞ് ജ്യോത്സ്യൻ കണ്ണടച്ച് അല്പസമയം എന്തോ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു. പിന്നീട് കണ്ണു തുറന്നു നോക്കി, രാജകുമാരി, ഈ കന്യകയുടെ ജാതകത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണിന്ന് പ്രധാനമായും വന്നത്. അപ്രകാരം ദേവി പരാശക്തിയുടെ അനുഗ്രഹം പറയുന്നു. അത് ശരിയാണോ എന്ന് ചോദിച്ചു. അത്ഭുതം! നിങ്ങളുടെ ശക്തിയെക്കുറിച്ച് എന്തു പറയാനാണ്? അതെ ജ്യോത്സ്യരേ, ഈ പെണ്ണിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. 1 വർഷം മുമ്പ് ഇവൾ പടിയാറെ കൊട്ടാരത്തിൽ വന്നു. 8 മാസം വളരെ സന്തോഷത്തോടെ അവിടെ താമസിച്ചു. എന്റെ കൂട്ടുകാരികളിൽ ഇവളാണ് എപ്പോഴും ചിരിയും കളികളുമായി കളകളാരവത്തിൽ കഴിഞ്ഞിരുന്നത്. 4 മാസമായി ഇവൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവൾ വിഷാദത്തിലാകുന്നു. ഭ്രമം പിടിച്ചവളെപ്പോലെ ഇരിക്കുന്നു. ചിരിയെ അവൾ മറിഞ്ഞുപോയി. ശരീരത്തിനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയുന്നു. ഇവളുടെ അച്ഛനോ അമ്മയോ നാളെ വന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയണമെന്നെനിക്കറിയില്ല. തായേ, കൊടമ്പാളൂർ രാജകുമാരന്റെ പുത്രി തന്നെയല്ലേ ഇവൾ? ഇവളുടെ പേര് വാനതി തന്നെയല്ലേ എന്ന് ജ്യോത്സ്യൻ ചോദിച്ചു. അത് തായേ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഈ രാജകുമാരിയുടെ ജാതകം പോലും എന്റെ കൈവശമുണ്ട്. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്പം ക്ഷമിക്കണം എന്നു പറഞ്ഞ് ജ്യോത്സ്യനടുത്തുള്ള ഒരു പഴയ പെട്ടി തുറന്ന് അല്പസമയം അതിൽ തിരഞ്ഞു. പിന്നീട് അതിൽ നിന്ന് ഒരു ജാതകക്കുറിപ്പെടുത്ത് ശ്രദ്ധയോടെ നോക്കി. അധ്യായം 11. അവിചാരിതമായ വരവ്. ഇന്ന് ഇംഗ്ലീഷ് നിഘണ്ടുക്കളിൽ പോലും ഇടം പിടിച്ച കുംഭകോണമെന്ന നഗരം നമ്മുടെ കഥയുടെ കാലഘട്ടത്തിൽ കുടന്തൈ എന്നും കുടമുക്ക് എന്നും അറിയപ്പെട്ടിരുന്നു. പുണ്യസ്ഥലമെന്ന ഖ്യാതിക്കപ്പുറം കുടന്തയിലെ പ്രസിദ്ധരായ ജ്യോതിഷികളും ഈ നഗരത്തിന് പെരുമ നേടിയിരുന്നു. കുടന്തയിൽ നിന്ന് അല്പം തെക്കുപടിഞ്ഞാറായി ചോളരാജാക്കന്മാരുടെ ഇടക്കാല തലസ്ഥാനമായ പഴയാറൈ ആകാശത്തെ തൊടുന്ന കൊട്ടാരങ്ങളും ക്ഷേത്രഗോപുരങ്ങളും കൊണ്ട് ഗാംഭീര്യത്തോടെ തലയുയർത്തി നിന്നിരുന്നു. പഴയാറയിലെ കൊട്ടാരങ്ങളിൽ താമസിച്ചിരുന്ന എല്ലാ രാജകുടുംബാംഗങ്ങളുടെയും ജാതകങ്ങൾ കുടന്തയിലെ ജ്യോതിഷിയുടെ കൈവശമുണ്ടായിരുന്നു. അങ്ങനെയൊരു ശേഖരത്തിൽ നിന്നാണ് അദ്ദേഹം കുടുംബാളൂരിലെ യുവരാജകുമാരി വാനതിയുടെ ജാതകം കണ്ടെത്തെടുത്തത്. അല്പനേരം ജാതകത്തിലേക്ക് ശ്രദ്ധയോടെ നോക്കിയ ശേഷം ജ്യോതിഷി വാനതിയുടെ മുഖത്തേക്ക് നോക്കി. വീണ്ടും ജാതകത്തിലേക്ക് കണ്ണയച്ചു. ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും ഉരിയാടാൻ തയ്യാറാവുന്നില്ല. എന്താ ജ്യോതിഷി, എന്തെങ്കിലും പറയാൻ ഭാവമുണ്ടോ അതോ ഇല്ലയോ? കുന്തവൈദേവി ചോദിച്ചു. ദേവി, എന്ത് പറയാനാണ്? എങ്ങനെയാണ് പറയേണ്ടത്? മുൻപൊരിക്കൽ ഞാൻ യാദൃച്ഛികമായി ഈ ജാതകമെടുത്ത് നോക്കിയിരുന്നു. എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയും ഉണ്ടാകുമോ എന്ന് സംശയിച്ച് മാറ്റിവെച്ചു. എന്നാൽ ഇപ്പോൾ ഈ രാജകുമാരിയുടെ മുഖവും ഈ ജാതകവും ചേർത്തു നോക്കുമ്പോൾ ഞാൻ അമ്പരന്നു പോകുന്നു. അമ്പരക്കുക, വീണ്ടുപോലെ അമ്പരന്നിട്ട് എന്തെങ്കിലും സൂചനയായി പറയാൻ നോക്കൂ. ഇതൊരു മഹാഭാഗ്യ ജാതകമാണ് ദേവി. അങ്ങ് തെറ്റായി വിചാരിക്കില്ലെങ്കിൽ ഞാൻ പറയാം. അങ്ങയുടെ ജാതകത്തേക്കാൾ 1 പടി മുകളിലാണിത്. ഇങ്ങനെയൊരു ഭാഗ്യജാതകം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. കുന്തവൈ പുഞ്ചിരിച്ചു. എന്നാൽ വാനതി ലജ്ജയോടെ പറഞ്ഞു, അക്ക, ഈ ദുരന്തം പിടിച്ച എന്നെയാണ് ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയെന്ന് പറയുന്നത്. ഇദ്ദേഹം പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അമ്മേ, എന്താണങ്ങ് പറഞ്ഞത്? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഈ തൊഴിൽ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. വേണ്ട ജ്യോതിഷി, അതൊന്നും ചെയ്യരുത്. 4 പേർക്ക് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ വെറുതെ പൊതുവായി പറയാതെ എന്തെങ്കിലും പ്രത്യേകം പറയൂ. അതുകൊണ്ടാണ് ഇവൾക്ക് സംശയം. പ്രത്യേകമായി അറിയണമെന്നുണ്ടോ? ഇതാ ഞാൻ പറയാം. 4 മാസങ്ങൾക്ക് മുൻപ് ഒരു ദുശകനമെന്ന് തോന്നിയൊരു സംഭവമുണ്ടായി. എന്തോ ഒന്ന് താഴെ വീണുപോയി. പക്ഷേ അത് ശരിക്കും ദുശകനമായിരുന്നില്ല. അവിടെ നിന്നാണ് ഈ രാജകുമാരിക്ക് എല്ലാ ഭാഗ്യങ്ങളും വരാൻ പോകുന്നത്. വാനതി, ഞാൻ പറഞ്ഞത് കണ്ടോ? കുന്തവൈദേവി ചോദിച്ചു. അങ്ങേക്ക് മുൻകൂട്ടിയെല്ലാം അറിയാമായിരുന്നതുപോലെ തോന്നുന്നു, വാനതി പറഞ്ഞു. കണ്ടോ ജ്യോതിഷി, ഇവളുടെ സംസാരം. സംസാരിക്കട്ടെ ദേവി, ഇപ്പോഴെന്തും സംസാരിക്കട്ടെ. നാളെ മഹാരാജാവിന് വിവാഹം കഴിച്ച്. അങ്ങനെ പറയൂ. യുവതികളോട് കല്യാണക്കാര്യം സംസാരിച്ചാലല്ലേ അവർ സന്തോഷത്തോടെ കേട്ടിരിക്കൂ. അതുതന്നെയാണ് ഞാനും പറയാൻ വന്ന ദേവി. പെട്ടെന്ന് കല്യാണക്കാര്യം എടുത്തിടാൻ ശരിയല്ലല്ലോ. അങ്ങനെ ചെയ്താൽ ഈ കിഴവന് ഭ്രാന്തായെന്നവര് പറയും. ഇവൾക്ക് ഭർത്താവ് എവിടെ നിന്ന് വരും? എപ്പോൾ വരും? അദ്ദേഹത്തിനുള്ള അടയാളം എന്താണ്? ഇതെല്ലാം ജാതകത്തിൽ നിന്ന് പറയാൻ കഴിയുമോ?
ഓ കഴിയും, കഴിയാതെന്താ, എല്ലാം കൃത്യമായി പറയാൻ കഴിയുമെന്ന് പറഞ്ഞ് ജ്യോതിഷി വീണ്ടും ജാതകം സൂക്ഷിച്ചു നോക്കി. അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയതാണോ അതോ നോക്കിയതായി അഭിനയിച്ചതാണോ എന്ന് നമുക്കറിയില്ല. പിന്നീട് തലയുയർത്തി നോക്കി. ദേവി, ഈ രാജകുമാരിയുടെ ഭർത്താവ് വളരെ ദൂരെ നിന്ന് വരേണ്ടതില്ല, അടുത്തുള്ളവൻ തന്നെയാണ്. എങ്കിലും ആ വീരനായകൻ ഇപ്പോൾ ഈ നാട്ടിലില്ല, കടൽ കടന്നുപോയിരിക്കുകയാണ്, ജ്യോതിഷി പറഞ്ഞു. ഇത് കേട്ട കുന്തവയി വാനതിയെ നോക്കി. വാനതിയുടെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷം അവൾക്ക് ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. അതവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആരാണയാൾ? ഏതു കുലത്തിൽപ്പെട്ടവനാണ്? തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളമുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. ഈ രാജകുമാരിയെ വിവാഹം ചെയ്യാൻ ഭാഗ്യം ചെയ്യുന്ന ആ വീരന്റെ കൈകളിൽ ശംഖിന്റെയും ചക്രത്തിന്റെയും രേഖകളുണ്ടാകും അമ്മേ. വീണ്ടും കുന്തവൈ വാനതിയെ നോക്കി. വാനതിയുടെ മുഖം കുനിഞ്ഞ് ഭൂമിയിലേക്ക് നോക്കിയിരുന്നു. എങ്കിൽ ഇവളുടെ കൈകളിലും എന്തെങ്കിലും അടയാളരേഖ ഉണ്ടാകില്ലേ? കുന്തവൈ ചോദിച്ചു. ദേവി, അങ്ങ് ഇവളുടെ കാലുകൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താ ജ്യോതിഷി, ഇതെന്തൊരു ചോദ്യം? ഇവളുടെ കാല് പിടിക്കാൻ എന്നോട് പറയുകയാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഒരു കാലത്ത് 1000 രാജകുമാരികളും രാജ്ഞികളും യുവരാജ്ഞികളും മഹാരാജ്ഞികളും ഈ പെൺരത്നകുന്റെ പാദങ്ങൾ തൊടാൻ കൊതിക്കും ദേവി. അക്കാ, ഈ കിഴവൻ എന്നെ കളിയാക്കുകയാണ്. അതിനുവേണ്ടിയാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എഴുന്നേൽക്കോ, നമുക്ക് പോകാം എന്ന് ശരിക്കും കോപത്തോടെ വാനതി പറഞ്ഞു. എന്തിനാണ് നീ ഇത്രയും തിടുക്കം കൂട്ടുന്നത് പെണ്ണെ? അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഞാൻ വെറുതെ പറയുകയല്ല, എല്ലാം ഈ ജാതകത്തിൽ കുറിച്ചിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. പാദകമലം എന്ന് കവികൾ ഉപചാരപൂർവ്വം വർണ്ണിക്കാറുണ്ട്. ഈ യുവതിയുടെ കാലടി ഭാഗം ഒന്ന് കാണാൻ പറയൂ. അവിടെ ചുമന്ന താമര ഇതളുകളുടെ രേഖ തീർച്ചയായിട്ടും ഉണ്ടാകും. മതി ജ്യോതിഷി, ഇവളെക്കുറിച്ച് ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ടിവൾ ഇറങ്ങിപ്പോകും. ഇവൾക്ക് വരാൻ പോകുന്ന ഭർത്താവിനെക്കുറിച്ച് കുറച്ച് പറയൂ. ഓ, പറയാം. ഇവളെ കൈപിടിക്കാൻ ഭാഗ്യം ചെയ്യുന്നവൻ വീരന്മാരിൽ വീരനായിരിക്കും. 100 യുദ്ധങ്ങളിൽ മുൻനിരയിൽ നിന്ന് വിജയം നേടും. രാജാക്കന്മാരുടെ രാജാവായിരിക്കും. 1000കണക്കിന് രാജാക്കന്മാർ പ്രശംസിച്ച് ചക്രവർത്തിയുടെ സിംഹാസനത്തിൽ വളരെ കാലം ഇരിക്കും. നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ച കുന്തവൈ ദേവിയുടെ മുഖത്ത് ആകാംക്ഷയും സന്തോഷവും സംശയവും ആദിയും കൂടിക്കലർന്ന് നൃത്തം ചെയ്തു. എനിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇദ്ദേഹം എന്തോ മനസ്സിൽ വിചാരിച്ചു പറയുന്നു. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാകുമെന്ന് കരുതിയാണ്. ഇന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാരമില്ല, ഒരു കാലത്ത് നിങ്ങൾ വിശ്വസിക്കും. അപ്പോൾ ഈ പാവപ്പെട്ട ജ്യോതിഷിയെ മറക്കാതിരുന്നാൽ മതി. അക്ക, നമുക്ക് പോകാമോ? വാനതി വീണ്ടും ചോദിച്ചു. അവളുടെ കറുത്ത കണ്ണുകളുടെ കോണുകളിൽ 2 കണ്ണീർത്തുള്ളികൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇനിയും ഒരു കാര്യം കൂടി ഞാൻ പറയാം, അത് കേട്ടിട്ട് പുറപ്പെട്ടോളൂ. ഈ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ പോകുന്ന വീരന് പല പല അപകടങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ധാരാളം ശത്രുക്കളുണ്ടാകും. അയ്യോ, എന്നാൽ ആ അപകടങ്ങളും പ്രതിസന്ധികളും ഒടുവിൽ പറന്നുപോകും. ശത്രുക്കൾ പൂർണ്ണമായി നശിക്കും. ഈ ദേവിയെ സ്വന്തമാക്കുന്ന നായകൻ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ഉന്നതമായ പദവിയിലെത്തും. ഇതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു വാർത്തയുണ്ട് ദേവി. ഞാൻ വൃദ്ധനായതുകൊണ്ട് ഒന്നും ഒളിച്ചുവെക്കാതെ തുറന്നു പറയുന്നു. ഈ യുവതിയുടെ വയറ് നിങ്ങളൊരു ദിവസം നോക്കൂ. അതിൽ അരയാളയിലെ രേഖകളില്ലെങ്കിൽ ഞാൻ ഈ ജ്യോതിഷമെന്ന തൊഴിൽ ഉപേക്ഷിക്കും. അരയാളിലയിലെ രേഖയിൽ എന്താണ് പ്രത്യേകത? അരയാളിലയിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണു ആരാണെന്ന് അറിയാത്തതുണ്ടോ? ആ മഹാവിഷ്ണുവിന്റെ അംശവുമായി ഇവളുടെ വയറ്റിലൊരു കുട്ടി ജനിക്കും. ഇവളുടെ നായകന് പല തടസ്സങ്ങളും അപകടങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാകും. എന്നാൽ ഈ യുവതിയുടെ വയറ്റിൽ അവതരിക്കാൻ പോകുന്ന ആ കുമാരന് ഒരു തടസ്സവുമുണ്ടാകില്ല. അവന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. അവൻ കൈവയ്ക്കുന്നതെല്ലാം പൂർത്തിയാകും. അവന്റെ സ്പർശമേൽക്കുന്നതെല്ലാം പൊന്നായി മാറും. അവൻ ചവിട്ടുന്നിടമെല്ലാം അവന്റെ ഭരണത്തിന്റെ കീഴിലാകും. അവന്റെ കണ്ണെത്തുന്നിടത്തെല്ലാം പുലിക്കൊടി പാറും. ദേവി, അവൻ നയിക്കുന്ന സൈന്യം പൊന്നിനദിയിലെ പുതുവെള്ളം പോലെ തടസ്സങ്ങളില്ലാതെ എങ്ങും ഒഴുകി നീങ്ങും. ജയലക്ഷ്മി അവന് കൈകൂപ്പി നിന്ന് സേവനം ചെയ്യും. അവൻ ജനിച്ച നാടിന്റെ കീർത്തി 3 ലോകങ്ങളിലും പരക്കും. അവൻ ജനിച്ച കുലത്തിന്റെ യശസ് ലോകം നിലനിൽക്കുന്നതോടം കാലം നിലനിൽക്കും. ഇങ്ങനെ ജ്യോതിഷി ആവേശത്തിലായ ഒരാളെപ്പോലെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുന്തവൈദേവി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും ഒരു തുള്ളി പോലും കളയാതെ ശ്രദ്ധിച്ചു. അക്കാ എന്നൊരു നേർത്ത ശബ്ദം കേട്ട് ഞെട്ടി അവൾ തിരിഞ്ഞു നോക്കി. എനിക്കൊന്നും പോലെ തോന്നുന്നു, വാനതി പിന്നെയും നേരിയ ശബ്ദത്തിൽ പറഞ്ഞു. പെട്ടെന്നവൾ ബോധം കെട്ട് നിലത്ത് വീണു. ജ്യോതിഷി, വേഗമൽപ്പം വെള്ളം കൊണ്ടുവരൂ എന്ന് കുന്തവൈ പറഞ്ഞ് വാനതിയെ താങ്ങി മടിയിൽ വെച്ചു.
ജ്യോതിഷി വെള്ളം കൊണ്ടുവന്നു. കുന്തവൈ അത് വാങ്ങി വാനതിയുടെ മുഖത്ത് തളിച്ചു. ഒന്നും സംഭവിക്കില്ല അമ്മേ, വിഷമിക്കണ്ട എന്ന് ജ്യോതിഷി പറഞ്ഞു. ഒരു വിഷമവുമില്ല, അവൾക്കിത് പതിവാണ്. ഇതുവരെ 5-6 തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അല്പം കഴിഞ്ഞാൽ അവൾ കണ്ണു തുറന്നെഴുന്നേറ്റ് ഇത് ഭൂലോകമാണോ കൈലാസമാണോ എന്ന് ചോദിക്കും, കുന്തവൈ പറഞ്ഞു. പിന്നീട് അല്പം ശബ്ദം താഴ്ത്തി, ജ്യോതിഷി, പ്രധാനപ്പെട്ടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ അടുത്തു വന്നത്. രാജ്യത്തും നഗരങ്ങളിലുമെല്ലാം കുറച്ചു കാലമായി ആളുകൾ പലതും സംസാരിക്കുന്നുണ്ടല്ലോ. ആകാശത്ത് കുറച്ച് ദിവസമായി വാൽനക്ഷത്രം കാണുന്നുണ്ടല്ലോ. ഇതിനെല്ലാം ശരിക്കും എന്തെങ്കിലും അർത്ഥമുണ്ടോ? രാജ്യത്തിന് എന്തെങ്കിലും ആപത്തുണ്ടോ? മാറ്റങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാകുമോ? യുവരാജകുമാരി ചോദിച്ചു. ഇത് മാത്രം എന്നോട് ചോദിക്കരുത് ദേവി. രാജ്യങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും രാഷ്ട്രീയ സംഭവങ്ങൾക്കും ജാതകമില്ല. ജ്യോതിഷം പറയാനും കഴിയില്ല. ഞാൻ പഠിച്ച വിദ്യയിൽ അതൊന്നും വരുന്നില്ല. ജ്ഞാനികളും ഋഷികളും മഹത്തുക്കളും യോഗികളുമെല്ലാം ഒരുപക്ഷെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടുപറയാൻ സാധിച്ചേക്കാം. ഈ എളിയവന് ആ കഴിവില്ല. രാജകീയ കാര്യങ്ങളിൽ ദിവസം, നക്ഷത്രം, ജാതകം, ജ്യോതിഷം എല്ലാം ശക്തിയില്ലാതായിത്തീരുന്നു. ജ്യോതിഷി, നിങ്ങൾ വളരെ സമർത്ഥമായി സംസാരിക്കുന്നു. ഭരണകൂടത്തിന് ജാതകം നോക്കണ്ട. പക്ഷേ എന്റെ അച്ഛനെ മകന്മാരെക്കുറിച്ചും നോക്കി പറയാമല്ലോ. അവരുടെ ജാതകം നോക്കിയാൽ ഭരണകൂടത്തിന്റെ ജാതകം നോക്കിയതുപോലെ ആകുമല്ലോ. സാവധാനത്തിൽ മറ്റൊരു ദിവസം നോക്കി പറയാമമ്മേ. പൊതുവിൽ ഇത് കുഴപ്പങ്ങളും അപകടങ്ങളും നിറഞ്ഞ കാലമാണ്. എല്ലാവരും അല്പം ശ്രദ്ധയോടെ ഇരിക്കേണ്ടതുണ്ട്. ജ്യോതിഷി, എന്റെ അച്ഛൻ ചക്രവർത്തി പഴിയാറയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പോയതു മുതൽ എനിക്കൊരേയൊരു ആധിയാണ്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ദേവി, മഹാരാജാവിന് വലിയൊരു പ്രതിസന്ധിയുണ്ട്. അങ്ങയുടെ കുടുംബത്തിനും വലിയ അപകടങ്ങളുണ്ട്. ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാം നിവൃത്തിയാകും. അക്ക, നമ്മൾ എവിടെയാണ് എന്ന് വാനതിയുടെ നേരിയ ശബ്ദം കേട്ടു. കുന്തവയുടെ മടിയിൽ തലവെച്ച് കിടന്ന വാനതി വണ്ടിന്റെ ചിറകുകൾ പോലെ കണ്ണുകൾ ചിമ്മിത്തുറന്നു. കൺമണി, നമ്മളിപ്പോഴും ഈ ഭൂമിയിൽ തന്നെയാണ്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പുഷ്പക വിമാനം ഇതുവരെ എത്തിയില്ല. എഴുന്നേൽക്ക്, നമ്മുടെ കുതിരവണ്ടിയിൽ കയറി കൊട്ടാരത്തിലേക്ക് പോകാം, കുന്തവൈ പറഞ്ഞു. ഞാൻ ബോധം കെട്ട് വീണതാണോ എന്ന് ചോദിച്ചു. ബോധം കേട്ട് വീണതല്ല, അക്കയുടെ മടിയിൽ കിടന്ന് അല്പം ഉറങ്ങിപ്പോയതാണ്. ഞാൻ താരാട്ട് പാടിയത് നിന്റെ ചെവിയിൽ വീണില്ലേ? ദേഷ്യപ്പെടരുതക്ക, എന്നെ അറിയാതെ തല കറങ്ങിപ്പോയതാണ്. കറങ്ങും കറങ്ങും. ഈ ജ്യോതിഷി എനിക്ക് അങ്ങനെ ജ്യോതിഷം പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും തല കറങ്ങുമായിരുന്നു. അതുകൊണ്ടല്ല അക്ക, ഇദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു പോയോ? വിശ്വസിച്ചോ ഇല്ലയോ? പക്ഷേ ജ്യോതിഷി പേടിച്ചുപോയി. നിന്നെപ്പോലുള്ള പേടിച്ചരണ്ടവളെ ഇനി ഒരിടത്തും കൂട്ടിക്കൊണ്ടുപോകരുത്. ജ്യോതിഷിയുടെ അടുത്ത് വരില്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞതല്ലേ? അങ്ങല്ലേ എന്റെ തെറ്റാണ്. എഴുന്നേൽക്ക്, പോകാം. വാതിൽ വരെ 4 അടി നടക്കാൻ കഴിയുമോ? അതോ ഞാൻ എടുത്തു കൊണ്ടുപോകണോ? വേണ്ട വേണ്ട, നന്നായി നടക്കാൻ കഴിയും. അല്പം ക്ഷമിക്കുക ദേവി, ദേവിയുടെ പ്രസാദം തരാം, അത് വാങ്ങിക്കൊണ്ടുപോകൂ എന്ന് ജ്യോതിഷി പറഞ്ഞ് ഓലച്ചുരുൾ കെട്ടാൻ തുടങ്ങി. ജ്യോതിഷി എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അക്കയോടൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മേ, യുവരാജകുമാരിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പുതുതായി എന്തു പറയണം? അക്കയെ വിവാഹം കഴിക്കാൻ പോകുന്ന വീരൻ ഒരു അസാമാന്യ വീരനായിരിക്കും, കുന്തവൈ ഇടയിൽ കയറി പറഞ്ഞു. സംശയമെന്താണ്? ഒരു മഹാപരാക്രമശാലിയായ രാജകുമാരൻ, 32 ശുഭലക്ഷണങ്ങളും ഒത്തവൻ, ബുദ്ധിയിൽ ബൃഹസ്പതി, വിദ്യയിൽ സരസ്വതി, സൗന്ദര്യത്തിൽ മന്മഥൻ, ശക്തിയിൽ അർജുനൻ. യുവരാജകുമാരിക്ക് ചേർന്ന ആ രാജകുമാരൻ ഇവിടെ നിന്ന് എപ്പോൾ വരും? വരുന്നുണ്ട് ദേവി, വരുന്നുണ്ട്. തീർച്ചയായും വരും. വളരെ വേഗം തന്നെ വരും. എങ്ങനെ വരും? കുതിരപ്പുറത്ത് വരുമോ? രഥത്തിൽ വരുമോ? ആനപ്പുറത്ത് വരുമോ? കാൽനടയായി വരുമോ? അതോ നേരെ ആകാശത്തുനിന്ന് മേൽക്കുര പൊളിച്ച് താഴേക്ക് ചാടുമോ? കുന്തവൈ കളിയാക്കി ചോദിച്ചു. അക്ക, കുതിരയുടെ കാൽവെപ്പ് കേൾക്കുന്നോ? വാനതി അല്പം ആവേശത്തോടെ പറഞ്ഞു. ആർക്കും കേൾക്കാത്തത് നിനക്ക് മാത്രമായി അത്ഭുതകരമായി കേൾക്കും. അല്ല, തമാശയ്ക്ക് പറയുന്നതല്ല. ഇതാ കേൾക്കൂ. ശരിക്കും അപ്പോൾ തെരുവിൽ ഒരു കുതിര വേഗത്തിൽ വരുന്ന ശബ്ദം കേട്ടു. കേട്ടാൽ എന്താടി, കുടന്തൈ നഗരത്തിലെ തെരുവുകളിൽ കുതിര പോകാതിരിക്കുമോ? കുന്തവൈ ചോദിച്ചു. അല്ല, ഇവിടെ അടുത്തേക്ക് വരുന്നതുപോലെ തോന്നി. നിനക്കെന്തെങ്കിലും വിചിത്രമായി തോന്നും. എഴുന്നേൽക്ക്, പോകാം. ഈ സമയത്ത് ആ വീടിന്റെ വാതിൽക്കൽ എന്തോ ഒരു ബഹളം കേട്ടു. ശബ്ദങ്ങളും കേട്ടു. ഇതുതന്നെയല്ലേ ജ്യോതിഷിയുടെ വീട്? അതെ, നീ ആരാണ്? ജ്യോതിഷിയുണ്ടോ? അകത്തേക്ക് പോകരുത്. ഞാൻ പോകും. വിട്ടുകൊടുക്കില്ല. ജ്യോതിഷിയെ കാണണം. പിന്നെ വാ. പിന്നെ വരാൻ കഴിയില്ല. എനിക്ക് വളരെ അത്യാവശ്യമാണ്. ഹേയ് ഹേയ്, നിൽക്ക് നിൽക്ക്. അല്പം മാറി നിൽക്ക്. തടഞ്ഞാൽ കൊന്നുകളയും. അയ്യോ അയ്യോ, വേണ്ട, അകത്തേക്ക് പോകരുത്. ഇങ്ങനെയുള്ള ബഹളം അടുത്തടുത്ത് കേട്ടു. പെട്ടെന്ന് വാതിൽ തുറന്നു. അത്രയും വലിയ ബഹളത്തോടെ ഒരു യുവാവ് അകത്തേക്ക് അപ്രതീക്ഷിതമായി കടന്നുവന്നു.
പിന്നിൽ നിന്ന് അയാളെ തോളിൽ പിടിച്ചു വലിക്കാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. യുവാവ് കുതറിവാറി വാതിൽ കടന്ന് അകത്തു വന്നു. വന്ന ആ യുവാവ് ആരാണെന്ന് വായനക്കാർക്ക് ഊഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ വീരനായ വന്ധ്യദേവൻ തന്നെ. വീടിനുള്ളിലുണ്ടായിരുന്ന 3 പേരുടെയും കണ്ണുകൾ ഒരേ സമയം ആ വീരനെ നോക്കി. വന്ധ്യദേവനും അകത്തുള്ളവരെ നോക്കി. അല്ല, അകത്തുണ്ടായിരുന്ന ഒരാളെ മാത്രമാണ് അവൻ നോക്കിയത്. അതുമല്ല, കുന്തവൈ ദേവിയെ അവൻ പൂർണ്ണമായും കണ്ടില്ല. അവളുടെ സ്വർണ്ണമുഖം മാത്രമാണ് അവൻ കണ്ടത്. ആ മുഖം പോലും പൂർണ്ണമായി കണ്ടോയെന്ന് ചോദിച്ചാൽ അതുമില്ല. അത്ഭുതത്താൽ അല്പം വിരിഞ്ഞിരുന്ന അവളുടെ പവിഴ ചുണ്ടുകളെ അവൻ നോക്കി. ഗംഭീരവും അത്ഭുതവും കുസൽന്ന് ചിരിയും നിറഞ്ഞ അവളുടെ വലിയ കണ്ണുകളെ അവൻ നോക്കി. കൺപോളികളെയും കറുത്ത പുരുകങ്ങളെയും അവൻ കണ്ടു. കുങ്കുമം പോലെ ചുവന്ന താഴ്ന്ന കവിളുകളെയും അവൻ കണ്ടു. ശംഖുപോലെ മിനുസമുള്ള കഴുത്തിനെ അവൻ നോക്കി. ഇതെല്ലാം ഒരേ സമയം വെവ്വേറെയായ അവൻ കണ്ടു. അവ വെവ്വേറെ അവന്റെ മനസ്സിൽ പതിഞ്ഞു. ഇതെല്ലാം ഏതാനും നിമിഷങ്ങൾ മാത്രം. ഉടൻ അവൻ പെട്ടെന്ന് തിരിഞ്ഞ് ജ്യോതിഷിയുടെ ശിഷ്യനോട്, എന്താടാ, അകത്ത് പെൺകുട്ടികളുണ്ടെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? പറഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങനെ വരുമായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ശിഷ്യനെ മറുഭാഗത്തേക്ക് തള്ളി വീണ്ടും വാതിൽ കടന്നു. എങ്കിലും പുറത്തേക്ക് പോകുന്നതിനു മുമ്പ് ഒരു തവണ കൂടി കുന്തവൈ ദേവിയെ തിരിഞ്ഞു നോക്കിയിട്ടാണ് അവൻ പോയത്. അയ്യോ, ഒരു കൊടുങ്കാട്ടടിച്ചു തീർന്നതുപോലെയാണല്ലോ, കുന്തവൈ പറഞ്ഞു. ഇപ്പോഴും തീർന്നില്ല. അതാ കേൾക്കൂ, കുടമ്പാളൂർ രാജകുമാരി പറഞ്ഞു. പുറത്ത് ഇപ്പോഴും വന്ധ്യദേവനും ജ്യോതിഷിയുടെ ശിഷ്യനും തമ്മിലുള്ള വാഗ്വാദം നടന്നുകൊണ്ടിരുന്നു. ജ്യോതിഷി, ഇതാരാണ്? അറിയില്ല ദേവി, ഏതോ അന്യനാട്ടുകാരനെപ്പോലെ തോന്നുന്നു. ഒരു വലിയ ധിക്കാരിയാണെന്ന് തോന്നുന്നു. കുന്തവായി പെട്ടെന്ന് എന്തോ ഓർത്ത് കിലുകില ചിരിച്ചു. എന്തിനാണ് അക്ക ചിരിക്കുന്നത്? എന്തിനാണെന്നോ, എനിക്ക് വരാൻ പോകുന്ന ഭർത്താവ് കുതിരപ്പുറത്ത് വരുമോ ആനപ്പുറത്ത് വരുമോ അതോ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ചാടുമോ എന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നില്ലേ? അതോർത്താണ് ചിരിച്ചത്. ഇപ്പോൾ വാനതിക്കും ചിരി അടക്കാനായില്ല. ഇരുവരുടെയും ചിരി ഒരുമിച്ച് അലകളായി ഉയർന്നു. പുറത്തുണ്ടായിരുന്ന ബഹളത്തിന്റെ ശബ്ദം പോലും ഈ 2 യുവതികളുടെ ചിരിയുടെ ശബ്ദത്തിൽ ഒതുങ്ങിപ്പോയി. ജ്യോതിഷി മൗനമായി ചിന്തിച്ചുകൊണ്ട് രാജകുമാരികൾക്ക് കുങ്കുമം നൽകി. അത് സ്വീകരിച്ച് ഇരുവരും എഴുന്നേറ്റു. വീടിന് പുറത്തേക്ക് പോയി. ജ്യോതിഷിയും കൂടെ വന്നു. വീടിന്റെ വാതിൽക്കൽ അല്പം ഒഴിഞ്ഞുനിന്ന വന്ധ്യദേവൻ യുവതികളെ കണ്ടപ്പോൾ, ക്ഷമിക്കണം, അകത്ത് സ്ത്രീകളുണ്ടെന്ന് ഈ ബുദ്ധിമാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തിടുക്കപ്പെട്ടു വന്നത്. അതിന് ക്ഷമിക്കണം എന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. കുന്തവൈ വിടർന്ന മുഖത്തോടെ, കുസൃതിയും കളിയാക്കലും ഗംഭീരവും നിറഞ്ഞ കണ്ണുകളോടെ വന്ധ്യദേവനെ ഒരു തവണ നോക്കി. ഒരു വാക്കുപോലും മറുപടി പറഞ്ഞില്ല. വാനതിയെ ഒരു കൈക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് രഥം നിന്നിരുന്ന അരയാൽ മരത്തിന്റെ അടുത്തേക്ക് പോയി. കുടന്തൽ നഗരത്തിലെ സ്ത്രീകൾക്ക് മര്യാദ അറിയില്ലെന്ന് തോന്നുന്നു. ഒരു മനുഷ്യൻ സ്വയമെന്ന് സംസാരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി ഒരു വാക്ക് മറുപടി പറയാൻ പോലും പാടില്ലേ എന്ന് വന്ധ്യദേവൻ ഉച്ചത്തിൽ പറഞ്ഞത് അവരുടെ ചെവികളിൽ പതിഞ്ഞു. രഥത്തിൽ കുതിരയെ പൂട്ടി രഥസാരഥി തയ്യാറായി നിന്നിരുന്നു. യുവരാജകുമാരികൾ ഇരുവരും രഥത്തിൽ കയറിയപ്പോൾ രഥസാരഥിയും മുന്നിൽ കയറി. രഥം അരിസിലാറ്റൻ കരയിലേക്ക് വേഗത്തിൽ നീങ്ങി. രഥം കണ്ണിൽ നിന്ന് മറയുന്നതുവരെ വന്ധ്യദേവൻ നോക്കി നിന്നു. അധ്യായം 12. നന്ദിനി. കൊള്ളിടത്തിന്റെ തീരത്ത് നമ്മൾ തോണിയിൽ കയറ്റിവിട്ട വന്ധ്യദേവൻ അതേസമയം കുളന്തൈ ജോത്സ്യന്റെ വീട്ടിലെത്തിയത് എങ്ങനെയാണെന്ന് പറയണമല്ലോ. ആഴ്വാർക്കടിയാൻ തോണിയിൽ കയറിയതിനെ എതിർത്ത ശൈവപ്പെരിയാർ വള്ളം നീങ്ങിത്തുടങ്ങിയപ്പോൾ വന്ധ്യദേവനെ നോക്കി പറഞ്ഞു, തമ്പി, നിനക്കുവേണ്ടി മാത്രമാണ് ഇവനെ ഞാൻ കയറ്റിയത്. പക്ഷെ വള്ളത്തിലുള്ളിടത്തോളം കാലം ഇവനാ 8 അക്ഷരമുള്ള പേര് ഉച്ചരിക്കാൻ പാടില്ല. അഥവാ പറഞ്ഞാൽ ഞാൻ ഇവനെ ഈ കൊള്ളിടത്തിലേക്ക് തള്ളിയിടാൻ പറയും. ഈ വള്ളക്കാർ എന്റെ ആൾക്കാരാണ്. നമ്പിയടികളെ, അങ്ങേരുടെ പുണ്യമായ ചെവിയിൽ വീണു? വന്ധ്യദേവൻ ചോദിച്ചു. ഇദ്ദേഹം 5 അക്ഷരമുള്ള പേര് പറയാതിരുന്നാൽ ഞാനും 8 അക്ഷരമുള്ള തിരുനാമം പറയില്ല എന്ന് ആഴ്വാർക്കടിയാൻ ഉറപ്പിച്ചു പറഞ്ഞു. സാക്ഷാൽ ശിവപെരുമാന്റെ പഞ്ചാക്ഷര തിരുമന്ത്രം പറയാൻ പാടില്ലെന്ന് തടയിടാൻ ഇവനാരാണ്? പറ്റില്ല, പറ്റില്ല. കല്ലിനെ തൂണായി കെട്ടി കടലിലേക്കെറിഞ്ഞാലും എന്ന് ശൈവപ്പെരിയാർ ഗംഭീരമായി ഗർജിച്ചു. തിരഞ്ഞു തിരഞ്ഞു ഞാൻ കണ്ടുപിടിച്ചു എന്ന് ആഴ്വാർക്കടിയൻ ഉച്ചത്തിൽ പാടാൻ തുടങ്ങി. ശിവ 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 എന്നു പറഞ്ഞ ശൈവർ 2 കാതുകളിലും കൈവിരലുകൾ വെച്ചടച്ചു. ആഴ്വാർക്കടിയൻ പാട്ടു നിർത്തിയതും ശൈവർ കാതിൽ വച്ച വിരലുകൾ എടുത്തുമാറ്റി. ആഴ്വാർക്കടിയാൻ വന്ധ്യദേവനെ നോക്കി പറഞ്ഞു, തമ്പി, നിനക്ക് തന്നെ ആ വീരശൈവരോടൊന്ന് ചോദിക്കൂ. ഇദ്ദേഹത്തിന് തിരുമാലന്റെ പേര് കേൾക്കാൻ പോലും ഇത്ര കഷ്ടപ്പാടാണോ? ശ്രീരംഗത്ത് പള്ളികൊള്ളുന്ന പെരുമാളിന്റെ പാദകമലങ്ങൾ കഴുകിയിട്ടാണല്ലോ ഈ കൊള്ളിട നദി താഴേക്കൊഴുകി വരുന്നത്. പെരുമാളിന്റെ പാദം തൊട്ട തീർത്ഥം പുണ്യതീർത്ഥമാണ് എന്ന് കരുതിയാണല്ലോ ശിവപെരുമാൻ തിരുവാണൈക്കാവിൽ ആ വെള്ളത്തിൽ മുങ്ങി തപസ്സു ചെയ്യുന്നത്.
ഇത് പറഞ്ഞു തീരും മുൻപേ ശൈവപ്പെരിയാർ ദേഷ്യപ്പെട്ട് ആഴ്വാർക്കടിയന്റെ നേർക്ക് പാഞ്ഞെടുത്തു. വള്ളത്തിന്റെ അരികിൽ വെച്ച് ഇരുവരും തമ്മിൽ കയ്യാങ്കളിയായപ്പോൾ വള്ളം മറിഞ്ഞു പോകുമെന്നായി. വള്ളക്കാരും വന്ധ്യദേവനും ഇടയിൽ കയറി അവരെ പിടിച്ചുമാറ്റി. ഭക്തശിരോമണികളെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കുള്ളിടം വള്ളത്തിൽ വീണ് നേരെ മോക്ഷത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ എനിക്ക് ഈ ലോകത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വന്ധ്യദേവൻ പറഞ്ഞു. വള്ളക്കാരിലൊരാൾ പറഞ്ഞു, കൊള്ളിടത്തിൽ വീണാൽ മോക്ഷത്തിൽ പോകുമോ എന്നറിയില്ല, പക്ഷെ മുതലയുടെ വയറ്റിൽ ഉറപ്പായും പോകാം. അതാ നോക്കൂ. അവൻ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് ഒരു മുതല ഭീകരമായി വായ തുറന്നു കിടന്നിരുന്നു. എനിക്ക് മുതലയെക്കുറിച്ചൊട്ടും ഭയമില്ല. ഗജേന്ദ്രനെ രക്ഷിച്ച ആദിമൂലമായ നാരായണമൂർത്തി എവിടെ പോയി? ആഴ്വാർക്കടിയാൻ ചോദിച്ചു. എവിടെ പോയോ? ഒരുപക്ഷെ വൃന്ദാവനത്തിലെ ഗോപികാ സ്ത്രീകൾക്ക് പുടവ കൊടുത്തതിന്റെ തലപ്പിലൊളിച്ചിരിപ്പുണ്ടാകും, ശൈവർ പറഞ്ഞു. അല്ലെങ്കിൽ പത്മാസുരന് വരം കൊടുത്തിട്ട് പേടിച്ചോടിയതുപോലെ ശിവന് മറ്റൊരു വിഷമം വന്നിരിക്കാം. ആ വിഷമത്തിൽ നിന്ന് ശിവനെ രക്ഷിക്കാൻ തിരുമാൽ പോയതാകാം, നമ്പി മറുപടി നൽകി. ത്രിപുര സംഹാരത്തിന്റെ സമയത്ത് തിരുമാലിനുണ്ടായ അഹങ്കാരഭംഗം ഈ വൈഷ്ണവൻ ഓർക്കുന്നില്ലെന്ന് തോന്നുന്നു, ശൈവപ്പെരിയാർ പറഞ്ഞു. സ്വാമികളെ, നിങ്ങൾ എന്തിനാണിങ്ങനെ വഴക്കടിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ആർക്കേത് ദൈവത്തോടാണോ ഭക്തി, ആ ദൈവത്തെ ആരാധിക്കുകയല്ലേ വേണ്ടത്, വന്ധ്യദേവൻ ചോദിച്ചു. ശൈവപ്പെരിയാറും ആഴ്വാർക്കടിയാനും എന്തുകൊണ്ടാണങ്ങനെ വഴക്കടിച്ചതെന്നും വീരനാരായണപുരത്ത് എന്തുകൊണ്ടാണ് ഇതേപോലുള്ള തർക്കയുദ്ധം നടന്നത് എന്ന് ഈ സമയത്ത് വായനക്കാർക്ക് പറഞ്ഞുകൊടുക്കുന്നത് ഉചിതമായിരിക്കും. പഴയ തമിഴ്നാട്ടിൽ ഏതാണ്ട് 600 വർഷക്കാലം ബുദ്ധമതത്തിനും ജൈനമതത്തിനും വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഈ സ്വാധീനം കാരണം തമിഴകം ഒരുപാട് നന്മകൾ നേടി. ശില്പം, ചിത്രം, കവിത, കാവ്യം തുടങ്ങിയ കലകൾ തഴച്ചു വളർന്നു. പിന്നീട് ആഴ്വാർമാരും നായനാർമാരും ഉദയം ചെയ്തു. അമൃതു ചുരന്ന ദൈവീക തമിഴ് പാട്ടുകൾ അവർ ചൊരിയാൻ തുടങ്ങി. വൈഷ്ണവത്തെയും ശൈവത്തെയും അവർ തഴച്ചു വളരാൻ സഹായിച്ചു. ഇവരുടെ പ്രചാരണ രീതി വളരെ ശക്തമായിരുന്നു. മതപ്രചാരണത്തിന് ശില്പകലയോടൊപ്പം സംഗീതകലയും അവർ ഉപയോഗിച്ചു. ആഴ്വാർമാരുടെ പാട്ടുകളും മൂവർത്തേവാര പദ്യങ്ങളും ദേവഗാനത്തിന് തുല്യമായ സംഗീതത്തിൽ പലരും പാടാൻ തുടങ്ങി. ഈ പാട്ടുകൾ കേൾക്കുന്നവരുടെ മനസ്സിനെ വശീകരിക്കുകയും ഭക്തിയെ ഉണർത്തുകയും ചെയ്തു. ആഴ്വാർമാരുടെ പാട്ടുകൾ ലഭിച്ച വിഷ്ണുക്ഷേത്രങ്ങൾക്കും മൂവരുടെ പാട്ടുകൾ ലഭിച്ച ശിവക്ഷേത്രങ്ങൾക്കും പുതിയ മഹത്വവും വിശുദ്ധിയും കൈവന്നു. അതിനു മുൻപ് ചെങ്കല്ലും മരവും കൊണ്ട് നിർമ്മിച്ചിരുന്ന ക്ഷേത്രങ്ങൾ പുതുക്കി കല്ലുകൊണ്ടുള്ള നിർമ്മിതികളായി മാറി. ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വിജയലായ ചോളന്റെ കാലം മുതൽ ചോളരാജാക്കന്മാരും രാജകുടുംബത്തിൽപ്പെട്ടവരും വളരെ കാര്യമായി നടത്തിവരികയായിരുന്നു. അതേസമയം കേരളത്തിലൊരു പ്രത്യേക സംഭവം നടന്നു. കാലടി എന്ന സ്ഥലത്തൊരു മഹാത്മാവ് അവതരിച്ചു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ലോകത്തെ ഉപേക്ഷിച്ച് സന്യാസിയായി. സംസ്കൃതത്തിലെ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച് പാണ്ഡിത്യം നേടി. വേദ, ഉപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അദ്വൈത വേദാന്ത തത്വത്തിന്റെ പതാകയുയർത്തി. സംസ്കൃതത്തിലുണ്ടായിരുന്ന പാണ്ഡിത്യത്തിന്റെ സഹായത്തോടെ ഭാരതദേശം മുഴുവൻ ദിഗ്വിജയം നടത്തി അവിടെയെല്ലാം 8 അദ്വൈത മഠങ്ങൾ സ്ഥാപിച്ചു. ഇദ്ദേഹത്തിന്റെ തത്വത്തെ പിന്തുടർന്ന അദ്വൈത സന്യാസിമാർ നാടെങ്ങും വ്യാപിച്ചു. ഇങ്ങനെ നമ്മുടെ കഥ നടക്കുന്ന കാലമെന്നാൽ ഏതാണ്ട് എത്ര വർഷങ്ങൾക്ക് മുൻപ് വലിയ കാജമരി മതപരമായ കലാപം സംഭവിച്ചു. ഈ കലാപത്തിൽ നിന്നും ദോഷകരമായ ചില കാര്യങ്ങളും ഉയർന്നുവന്നു. വീരവൈഷ്ണവരും വീരശൈവരും അവിടെയും ഇവിടെയും മുളച്ചുപൊന്തി. ഇവർ കണ്ടെടുത്തിയ സ്ഥലം വഴക്കിനേർപ്പെട്ടു. ഈ വാദപ്രതിവാദങ്ങളിൽ അദ്വൈതികളും പങ്കെടുത്തു. മതപരമായ വാദയുദ്ധങ്ങൾ ചിലപ്പോൾ കയ്യാങ്കളിയായി മാറി. ആ കാലത്തെ ശൈവ വൈഷ്ണവ യുദ്ധത്തെ വിവരിക്കുന്ന ഒരു രസകരമായ കഥയുണ്ട്. ശ്രീരംഗത്തെ ഒരു വൈഷ്ണവൻ തിരുവാണൈക്കാവിലെ ക്ഷേത്രത്തിന്റെ പുറം മതിലിനോട് ചേർന്ന് നടന്നുപോകുകയായിരുന്നു. പെട്ടെന്ന് തലയിൽ ഒരു കല്ല് വീണു. മുറിവുണ്ടായി, രക്തവും വന്നു. വൈഷ്ണവൻ മുകളിലേക്ക് നോക്കി. ഗോപുരത്തിൽ ഒരു കാക്കയിരുന്നതുകൊണ്ട് ആ പഴയ ഗോപുരത്തിന്റെ കല്ലിടിഞ്ഞു വീണതാണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ അയാൾക്ക് മുറിവും വേദനയും മറന്ന് സന്തോഷമായി. ശ്രീരംഗത്തെ വീരവൈഷ്ണവ കാക്കയെ തിരുവാണൈക്കാവിലെ ശിവന്റെ അമ്പലം നന്നായി ഇടിച്ചു തകർക്കൂ എന്ന് പറഞ്ഞത്രേ. അക്കാലത്ത് ഇങ്ങനെയുള്ള ശൈവ വൈഷ്ണവ വേർതിരിവ് വളരെ വ്യാപകമായിരുന്നു. ഇത് മനസ്സിലാക്കുന്നത് കഥ തുടർന്ന് വായിക്കുന്നതിന് വളരെ സഹായകമാക്കും. വള്ളമക്കരെ എത്തിയപ്പോൾ ശൈവപ്പെരിയാർ ആഴ്വാർക്കടിയാനെ നോക്കി, "നീ നശിച്ചു പോകട്ടെ" എന്നു പറഞ്ഞ് അവസാനമായൊരു ശാപം കൊടുത്തിട്ട് തന്റെ വഴിക്ക് പോയി. വന്ധ്യദേവനൊപ്പം വന്ന് കടമ്പൂർ വീരൻ അടുത്തുള്ള തിരുപ്പനന്താളിനു പോയി ഒരു കുതിരയെ സംഘടിപ്പിച്ചു വരാമെന്നു പറഞ്ഞുപോയി. ആഴ്വാർക്കടിയാനും വന്ധ്യദേവനും പുഴയുടെ തീരത്തുള്ള ആൽമരത്തിന്റെ ചുവട്ടിലിരുന്നു.
ആ മരത്തിന്റെ വിശാലമായ ഇടതൂർന്ന കൊമ്പുകളിൽ നൂറുകണക്കിന് പക്ഷികൾ മധുരമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. വന്ധ്യദേവനും നമ്പിയും പരസ്പരം സംസാരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിച്ചു. ആദ്യം കുറച്ചുനേരം ഒളിച്ചും മറച്ചും സംസാരിച്ചു. "എന്താ തമ്പി, കടമ്പൂർ കൊട്ടാരത്തിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടുപോയി പോയല്ലോ." "ഞാൻ പോയത് തന്നെ വലിയ കഷ്ടപ്പാടായിപ്പോയി നമ്പികളെ." "അങ്ങനെയോ? പിന്നെ എങ്ങനെയാണ് പോയത്? ഒരുപക്ഷേ പോയി കാണില്ലേ?" പോയി. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ ഞാൻ പിന്നോട്ടു പോകുമോ? കാവൽക്കാർ തടഞ്ഞു. കുതിരയെ ഒരു തട്ടി അകത്തേക്ക് കയറ്റി. തടഞ്ഞവരെല്ലാം നിലത്ത് വീണു. പിന്നെ അവരെഴുന്നേറ്റ് എന്നെ വളയുന്നതിനു മുൻപ് എന്റെ കൂട്ടുകാരൻ കണ്ടമാരൻ ഓടിവന്നെന്നെ വിളിച്ചുകൊണ്ടുപോയി. അങ്ങനെ ആയിരിക്കുമെന്ന് ഞാനും വിചാരിച്ചു. വലിയ ധൈര്യശാലിയാണ് നീ. ശരി, പിന്നെന്താണ് സംഭവിച്ചത്? ആരൊക്കെയാണ് വന്നിരുന്നത്?" "ഒരുപാട് പ്രമുഖർ വന്നിരുന്നു. അവരുടെ പേരൊന്നും എനിക്കറിയില്ല. പഴുവേട്ടരയ്യർ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ യുവതിയായ ഭാര്യയും വന്നിരുന്നു. അയ്യോ, ആ പെണ്ണിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? നീ കണ്ടോ?" "അതെ, കാണാതെയോ? എന്റെ കൂട്ടുകാരൻ കണ്ടമാനൻ എന്നെ അന്തഃപുരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് കണ്ടത്. അത്രയും സ്ത്രീകളിൽ പഴുവേട്ടരയ്യരുടെ യുവരാണി തന്നെയാണ് ഏറ്റവും സൗന്ദര്യവതിയായി തിളങ്ങിയത്. മറ്റു കറുത്ത നിറമുള്ള യുവതികൾക്കിടയിൽ ആ രാജ്ഞിയുടെ മുഖം പൂർണ്ണചന്ദ്രനെപ്പോലെ പ്രകാശിച്ചു. അപ്സരസുകളായ രംഭ, ഉർവശി, പിലോത്തമ, ഇന്ദ്രാണി, ചന്ദ്രാണി എന്നിവരൊക്കെയും അവൾക്ക് ശേഷമേ ഉള്ളൂ." "അയ്യോ, ഒറ്റയടിക്ക് വർണ്ണിക്കുകയാണല്ലോ. പിന്നെന്താണുണ്ടായത്? കുറവൈക്കൂട്ട് നടന്നോ?" "നടന്നു. വളരെ നന്നായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങേ ഓർത്തു. എനിക്ക് ഭാഗ്യമില്ലായിരുന്നു." "പിന്നെന്താണുണ്ടായത്?" "വേലൻ നാട്ടം നടന്നു. ദേവരാളനും ദേവരാട്ടിയും വേദിയിലേക്ക് വന്ന് ആവേശത്തോടെ നൃത്തം ചെയ്തു." "സന്യാസം വന്നോ? എന്തെങ്കിലും വാക്കു പറഞ്ഞോ?" "അതെ, വിചാരിച്ച കാര്യം നടക്കും, മഴ പെയ്യും, നിലം ഫലഭൂയിഷ്ടമാകും എന്നൊക്കെ സന്യാസകാരൻ പറഞ്ഞു." "അത്രയേ ഉള്ളോ?" "ഇനിയും എന്തോ രാജകീയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല." "അയ്യോ, ഇത്ര മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണമായിരുന്നു തമ്പി. നീ ചെറുപ്പമാണ്. നല്ല വീരപരാക്രമമുള്ളവനാണെന്ന് തോന്നുന്നു. രാജകീയ കാര്യങ്ങളെക്കുറിച്ച് എവിടെങ്കിലും ആരെങ്കിലും സംസാരിച്ചാൽ ചെവി കൊടുത്ത് കേട്ടുവെക്കണം." "അങ്ങ് പറയുന്നത് ശരിയാണ്. എനിക്കുമെന്ന് രാവിലെ അങ്ങനെ തോന്നി." "രാവിലെ തോന്നാൻ കാരണമെന്താ?" "രാവിലെ ഞാനും കണ്ടമാരനും സംസാരിച്ചുകൊണ്ട് കൊള്ളിടത്തിന്റെ തീരത്ത് വരെ വന്നു. രാത്രി ഞാൻ കിടന്നുറങ്ങിയ ശേഷം കടമ്പൂർ കൊട്ടാരത്തിൽ വന്ന അതിഥികൾ യോഗം ചേർന്ന് എന്തൊക്കെയോ രാജകീയ കാര്യങ്ങൾ സംസാരിച്ചത്രേ." "എന്താ സംസാരിച്ചതത്രേ?" "അതെനിക്കറിയില്ല. കണ്ടമാരൻ എന്തൊക്കെയോ അവ്യക്തമായി പറഞ്ഞതല്ലാതെ വ്യക്തമായി പറഞ്ഞില്ല. എന്തോ ഒരു കാര്യം വേഗം നടക്കാൻ പോകുന്നു, അപ്പോൾ പറയാമെന്ന് പറഞ്ഞു. അവന്റെ സംസാരം തന്നെ ഒരു രഹസ്യമായിരുന്നു." "എന്തിനു സ്വാമിമാരെ? അങ്ങേക്കെന്തെങ്കിലും അറിയുമോ?" "എന്തിനെക്കുറിച്ച്?" "നാടും നഗരവും എല്ലാം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലോ. ആകാശത്ത് വാൽനക്ഷത്രം കാണുന്നു, രാജ്യത്തിനെന്തോ ആപത്തു വരാനിരിക്കുന്നു, രാജചോള സിംഹാസനത്തിൽ മാറ്റമുണ്ടാകും എന്നൊക്കെ സംസാരിക്കുന്നു. തൊണ്ടൈമണ്ഡലം വരെ ഈ സംസാരം എത്തിയിട്ടുണ്ട്. ഇനിയും വേറെ ആരൊക്കെയോ വലിയ ആളുകൾ ചേർന്ന് പതിവായി കൂടി അടുത്ത പട്ടത്തിന് ആരാണെന്ന് ആലോചിക്കുന്നുണ്ടത്രേ. അങ്ങക്കെന്താണ് തോന്നുന്നത്? അടുത്തതായി പട്ടത്തിന് ആരാണ് വരാൻ സാധ്യത?" "എനിക്കൊന്നും അറിയില്ല തമ്പി. രാജകീയ കാര്യങ്ങളും എനിക്കുമായി എന്താണ് ബന്ധം? ഞാൻ വൈഷ്ണവനാണ്, ആഴ്വാർക്കടിയോന്റെ അടിയാനാണ്, എനിക്കറിയാവുന്ന പാട്ടുകൾ പാടിക്കൊണ്ട് ഊരു ചുറ്റുന്നവനാണ്." ഇങ്ങനെ പറഞ്ഞ് ആഴ്വാർക്കടിയാൻ "കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി സ്വർണ്ണ നിറത്തിലുള്ള ദേഹത്തെ കണ്ടു" എന്ന് പാടാൻ തുടങ്ങിയപ്പോൾ വന്ധ്യദേവൻ ഇടയിൽ കയറി "നിങ്ങളുടെ പുണ്യത്തിനു വേണ്ടി നിർത്തിക്കോ" എന്ന് പറഞ്ഞു. "അയ്യോ, ദൈവിക തമിഴ് പാട്ട് നിർത്തിവെക്കാൻ പറയുകയാണോ?" "ആഴ്വാർക്കടിയാൻ നമ്പികളെ, എനിക്കൊരു സംശയം തോന്നിയിരിക്കുന്നു. അത് ഞാൻ പറയട്ടെ?" "നന്നായി പറഞ്ഞോളൂ." "വടിയെടുത്ത് തല്ലാൻ വരില്ലല്ലോ." "നിന്നെയോ? നിന്നെ തല്ലാൻ എനിക്ക് പറ്റുമോ?" "നിങ്ങളുടെ വൈഷ്ണവം, ഭക്തി, തിലകം, പാട്ടുകൾ എല്ലാം വെറും അഭിനയമാണെന്ന് ഞാൻ സംശയിക്കുന്നു." "അയ്യോ, ഇതെന്താണ് സംസാരം? അപരാധം, അപരാധം." "അപരാധമുമില്ല, ഉപചാരവുമില്ല. നിങ്ങളുടെ സ്ത്രീ വിഷയമുള്ള ആഗ്രഹം മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഈ വേഷം കെട്ടുന്നത്. നിങ്ങളെപ്പോലെയുള്ള ചിലരെ ഞാൻ വേറെയും കണ്ടിട്ടുണ്ട്. സ്ത്രീ വിഷയത്തിലുള്ള ഭ്രാന്ത് പിടിച്ചലയുന്നവർ. എന്താണ് ഈ സ്ത്രീകളിൽ കാണുന്നത് എന്നെനിക്കറിയില്ല. എനിക്കേത് സ്ത്രീയെ കണ്ടാലും വെറുപ്പാണ്. തമ്പി, സ്ത്രീഭ്രാന്ത് പിടിച്ചലയുന്ന ചിലരുണ്ട്.
പക്ഷെ എന്നെ അവരോടൊപ്പം ചേർക്കരുതേ. ഞാൻ കള്ളവേഷം കെട്ടിയവനല്ല. നീ അങ്ങനെ സംശയിക്കുന്നത് വലിയ തെറ്റാണ്. അങ്ങനെയെന്നാൽ പല്ലക്കിൽ വന്ന സ്ത്രീയോട് ഓല കൊടുക്കാൻ എന്നോട് എന്തിനാണ് ആവശ്യപ്പെട്ടത്? അതും മറ്റൊരു മനുഷ്യൻ വിവാഹം ചെയ്ത സ്ത്രീയോട് മനസ്സെടുക്കാൻ പറ്റുമോ? നീ കടമ്പൂർ കൊട്ടാരത്തിലേക്ക് വരണമെന്ന് പറഞ്ഞതും അവളെ കാണാൻ വേണ്ടിയല്ലേ? അല്ലെന്ന് പറയരുത്. അല്ലെന്നു പറയുന്നില്ല. പക്ഷേ അതിന് നീ പറഞ്ഞ കാരണം തെറ്റാണ്. വേറെ കൃത്യമായ കാരണമുണ്ട്. അതൊരു വലിയ കഥയാണ്. കുതിര ഇനിയും വന്നില്ലല്ലോ. ആ കഥ തന്നെ പറയൂ, കേൾക്കാം. കഥയെന്ന് വെച്ചാൽ വെറും സങ്കല്പ കഥയല്ല, ശരിക്കും നടന്ന കഥ. അത്ഭുതകരമായ ചരിത്രം. കേട്ടാൽ നീ നെട്ടിപ്പോകും. നിർബന്ധമായും പറയണമെന്നുണ്ടോ? ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതെ, ഞാൻ പറയുന്നു. എനിക്ക് കുറച്ച് വേഗം പോകണമായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു പോകുന്നു. വീണ്ടും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സഹായം ചോദിക്കേണ്ടി വന്നാലും ഉണ്ടാകാം. അപ്പോൾ മടിയില്ലാതെ ചെയ്യുമല്ലോ. ന്യായമെന്നാണെങ്കിൽ ഞാൻ ചെയ്യാം. നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ ഒന്നും പറയണ്ട. ഇല്ല, നിന്നോട് നിർബന്ധമായും പറഞ്ഞേ തീരും. ആ അരണ്യാസുരന്റെ പഴുവേട്ടിയറിയാരുടെ യുവതിയായ ഭാര്യയുണ്ടല്ലോ, ഞാൻ ഓല കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടത്. അവളുടെ പേര് നന്ദിനി. അവളുടെ കഥ നീ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ലോകത്തിൽ ഇങ്ങനെയും അനീതിയുണ്ടോ എന്ന് നീ കോപിക്കും. ഈ ആമുഖത്തോടെ ആഴ്വാർക്കടിയാൻ നന്ദിനിയെക്കുറിച്ചുള്ള കഥ ആരംഭിച്ചു. ആഴ്വാർക്കടിയാൻ പാണ്ഡ്യദേശത്ത് വൈഗൈ നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ദിവസം നദിക്കരയിലുള്ള പൂന്തോട്ടത്തിൽ പോയി. അവിടെ ഒരു പെൺകുഞ്ഞ് അനാഥയായി കിടക്കുന്നത് കണ്ടു. കുഞ്ഞിനെ എടുത്ത് വീട്ടിലേക്ക് വന്നു. കുഞ്ഞു പ്രസരിപ്പുള്ളതും സുന്ദരിയുമായിരുന്നതുകൊണ്ട് വീട്ടുകാർ സ്നേഹത്തോടെ അവളെ വളർത്തി. നന്ദനവനത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ട് നന്ദിനി എന്ന് കുഞ്ഞിന് പേരിട്ടു. ആഴ്വാർക്കടിയാൻ ആ പെൺകുട്ടിയെ തന്റെ അനുജത്തിയായി കരുതി സ്നേഹിച്ചു. നന്ദിനിക്ക് പ്രായം വളർന്നതുപോലെ പെരുമാളോടുള്ള ഭക്തിയും വർദ്ധിച്ചു. അവളൊരു മറ്റൊരു ആണ്ടാളായി ഭക്തരെ ആകർഷിക്കാൻ പോകുകയാണെന്ന് ചുറ്റുമുള്ളവർ വിശ്വസിച്ചു. ഈ വിശ്വാസം ആഴ്വാർക്കടിയനായിരുന്നു കൂടുതൽ. അച്ഛൻ മരിച്ച ശേഷം ആ പെൺകുട്ടിയെ വളർത്താനുള്ള ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തു. ഇരുവരും ഊരുതോറും യാത്ര ചെയ്ത് ആഴ്വാർമാരുടെ പാട്ടുകൾ പാടി വൈഷ്ണവത്തെ പ്രചരിപ്പിച്ചു. നന്ദിനി തുളസിമാലയണിഞ്ഞ് ഭക്തിയുടെ പരമത്തിൽ പാട്ടുകൾ പാടിയത് കേട്ടവർ ഭ്രമിച്ചുപോയിരുന്നു. ഒരു ദിവസം ആഴ്വാർക്കടിയാൻ തിരുവേങ്കടത്തിലേക്ക് യാത്ര പോയി. തിരിച്ചുവരാൻ താമസമായി. അപ്പോഴേക്കും നന്ദിനിക്ക് ഒരു വിപരീത സംഭവം നേരിട്ടു. പാണ്ഡ്യർക്കും ചോളർക്കും തമ്മിലുള്ള അവസാനത്തെ വലിയ യുദ്ധം മധുരയുടെ അടുത്തുവച്ച് നടന്നു. പാണ്ഡ്യരുടെ സൈന്യം പൂർണ്ണമായി നശിച്ചു. വീരപാണ്ഡ്യൻ ശരീരത്തിൽ മുഴുവൻ മുറിവുകളുമായി യുദ്ധക്കളത്തിൽ വീണുകിടന്നു. അദ്ദേഹത്തിന്റെ ചില വിശ്വസ്തരായ ജോലിക്കാർ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു രക്ഷിക്കാൻ ശ്രമിച്ചു. രാത്രി തന്നെ നന്ദിനിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു. പാണ്ഡ്യന്റെ അവസ്ഥ കണ്ട് മനസ്സലഞ്ഞ് നന്ദിനി അദ്ദേഹത്തെ പരിചരിച്ചു. എന്നാൽ പെട്ടെന്നുതന്നെ ചോളഭടന്മാർ അത് കണ്ടുപിടിച്ചു. നന്ദിനിയുടെ വീട് വളഞ്ഞ് അകത്തു കയറി വീരപാണ്ഡ്യനെ കൊന്നു. നന്ദിനിയുടെ സൗന്ദര്യത്തിൽ മോഹിച്ച് പഴുവേട്ടരയ്യർ അവളെ തടവിലാക്കി കൊണ്ടുപോയി. ഇത് 3 വർഷം മുമ്പ് സംഭവിച്ചതാണ്. അതിനുശേഷം ആഴ്വാർക്കടിയാന് നന്ദിനിയെ കാണാൻ കഴിഞ്ഞില്ല. അന്നുമുതൽ ഒരു തവണയെങ്കിലും നന്ദിനിയെ ഒറ്റയ്ക്ക് കണ്ട് സംസാരിക്കാനും അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവളെ മോചിപ്പിച്ചു കൊണ്ടുപോകാനും ആഴ്വാർക്കടിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആ ശ്രമത്തിൽ വിജയിച്ചില്ല. ഈ ചരിത്രം കേട്ട വന്ധ്യദേവന്റെ ഹൃദയം ഉരുകി. കടമ്പൂർ കൊട്ടാരത്തിൽ പല്ലക്കിലുണ്ടായിരുന്നത് നന്ദിനിയല്ലെന്നും യുവരാജാവായ മധുരാന്തകനാണെന്നും ആഴ്വാർക്കടിയാനോട് പറഞ്ഞു കളയാമെന്ന് ഒരു നിമിഷം ആലോചിച്ചു. പക്ഷേ എന്തോ ഒന്ന് മനസ്സിൽ തടഞ്ഞു. ഒരുപക്ഷേ ഈ കഥ മുഴുവൻ ആഴ്വാർക്കടിയാന്റെ ഭാവനയാണോ എന്നും തോന്നി. അതുകൊണ്ട് കടമ്പൂർ കൊട്ടാരത്തിൽ താൻ മനസ്സിലാക്കിയ രഹസ്യം അവൻ പറഞ്ഞില്ല. അപ്പോൾ കുറച്ചു ദൂരത്തെ കടമ്പൂർ വീരൻ കുതിരയുമായി വന്നുകൊണ്ടിരുന്നു. തമ്പി, നീ എന്നെ സഹായിക്കുമോ എന്ന് ആഴ്വാർക്കടിയൻ ചോദിച്ചു. ഞാൻ എന്ത് സഹായമാണ് ചെയ്യാൻ കഴിയുക? ഈ ചോള സാമ്രാജ്യത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ശക്തിയുള്ളവനാണ് പഴുവേട്ടരയ്യർ. ഞാനോ ഒരു സ്വാധീനമില്ലാത്ത ഒറ്റപ്പെട്ട മനുഷ്യനാണ്. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നു വളരെ ശ്രദ്ധയോടെ വന്ധ്യദേവൻ സംസാരിച്ചു. പിന്നെ, നമ്പികളെ, രാജകീയ കാര്യങ്ങളെക്കുറിച്ച് അങ്ങയ്ക്കൊന്നും അറിയില്ലെന്നാണോ പറയുന്നത്? സുന്ദരചോള മഹാരാജാവിന് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത പട്ടത്തിനവകാശിയായവൻ ആരാണെന്ന് അങ്ങയ്ക്ക് പറയാൻ കഴിയില്ലേ? ഇങ്ങനെ ചോദിച്ചിട്ട് നമ്പിയുടെ മുഖഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് വന്ധ്യദേവൻ ആവേശത്തോടെ നോക്കി. ഒരു മാറ്റവുമില്ലായിരുന്നു. അതിനൊന്നും എനിക്കെങ്ങനെ അറിയാം തമ്പി? കുഴന്തൈ ജോത്സ്യനോട് ചോദിച്ചാൽ പറഷ പറഞ്ഞേക്കാം. ഓ, കുഴന്തൈ ജോത്സ്യൻ ശരിക്കും അത്രയും മിടുക്കനാണോ? അസാമാന്യ മിടുക്കൻ. ജ്യോതിഷം നോക്കി പറയും,
മനസ്സിനെ അറിഞ്ഞു പറയും, ലോകകാര്യങ്ങളെ അറിഞ്ഞ് അതിനനുസരിച്ചു പ്രശ്നം പറയും. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ കണ്ടിട്ടു പോകേണ്ടതാണ് എന്ന് വന്ധ്യദേവൻ മനസ്സിൽ തീരുമാനിച്ചു. ആദ്യകാലം മുതൽ മനുഷ്യസമൂഹത്തിന് വരാൻ പോകുന്ന കാര്യങ്ങളെ അറിയുന്നതിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. രാജാക്കന്മാർക്കും ആ ആഗ്രഹമുണ്ട്, സാധുക്കൾക്കുമുണ്ട്, എല്ലാം ഉപേക്ഷിച്ച മുനിമാർക്കുമുണ്ട്, കുടുംബജീവിതം നയിക്കുന്ന സാധാരണക്കാർക്കുമുണ്ട്, അറിവിൽ മികച്ച പണ്ഡിതന്മാർക്കുമുണ്ട്, വിഡ്ഢികൾക്കുമുണ്ട്. ഇങ്ങനെയുള്ള ആഗ്രഹം നാടും നഗരവും കടന്ന് പല അപകടങ്ങളെയും ധൈര്യമായി നേരിട്ട് രാജ്യത്തിന്റെ രഹസ്യദൗത്യം നിർവഹിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ യുവവീരനും ഉണ്ടായിരുന്നതിൽ അത്ഭുതമില്ലല്ലോ.